അതിനല്ലേ ഇറാഖ് ഗുഹയിൽ പോണത്, അതിനല്ലേ വയനാട്ടിലേക്ക് കയറുന്നത്, അതിനല്ലേ എറണാകുളത്തേക്ക് ഇറങ്ങുന്നത്. ഒക്കെ ഇത് തെറ്റാന്ന് പറയാനാണല്ലോ സ്വഹാബത്ത് ചെയ്ത പ്രവർത്തനം. തീർന്നിട്ടില്ല, കേട്ടോളൂ. സിഹിർബാധ തുടങ്ങി പാമ്പ് വിഷം, പേപ്പട്ടി വിഷം, സിഹിർബാധ തുടങ്ങിയവയുടെ മറുമരുന്നായും അത് ഉപയോഗപ്പെട്ടിരുന്നു. എന്നും സുന്നി മഹല്ലുകളിൽ പലതിലും ഈ ചികിത്സാ രീതി നിലവിലുണ്ട്. നീ കേട്ടോളൂ, ഇസ്ലാഹി പ്രസ്ഥാനം അഥവാ മുജാഹിദ് പ്രസ്ഥാനം വെള്ളത്തിൽ മന്ത്രിച്ചൂതൽ അനാചാരമായി പ്രഖ്യാപിച്ചു. ആണ് പ്രഖ്യാപിക്കണം. നമ്മളെ പോപ്പ് പ്രഖ്യാപിക്കും പോലെ തെളിവൊന്നും വേണം, പ്രഖ്യാപിക്കാൻ പ്രഖ്യാപിച്ചുകൊള്ളുന്നു. ഇന്ന് മുതൽ ഒരു പരിധി വരെയുള്ള സമയം വരെ വെള്ളത്തിൽ മന്ത്രിച്ചൂതൽ അനാചാരമാകുന്നു. എന്തുകൊണ്ട് സാർ ഇത്രയും കൊല്ലം നടത്തിയത്? മാഫി കലാം, ഷട്ട് യുവർ മൗത്ത്. പറഞ്ഞു കേട്ടുകൊള്ളാ, തിരുവായിക്കെതിർവായില്ല. ഇതാണ് പൗരോഹിത്യം. ഈ പൗരോഹിത്യമാണ് വഹാബി പാതിരിമാര് നടപ്പിലാക്കുന്നത്. എന്തുകൊണ്ട് ചോദിക്കണ്ടേ? അപ്പം കുഞ്ഞാടുകളെ എന്ന് പറയണമെങ്കിൽ കുഞ്ഞാടുകൾ ചോദിക്കണ്ടേ ഇടവകയിൽ നിന്ന് എന്താണ് സംഭവം എന്നുള്ളത്? ഇല്ല, പ്രഖ്യാപിക്കുന്നത് കേട്ടുകൊള്ളണം. കേട്ടോളൂ, തീർന്നിട്ടില്ല. അതിനാൽ മുജാഹിദ് മഹല്ലുകളിൽ ഒന്നും ഈ സമ്പ്രദായം നിലവിലില്ല. രോഗശമനത്തിനും വിഷബാധക്കും ഖുർആൻ മന്ത്രിച്ചൂതി ചികിത്സിക്കുന്ന ഒരു മൗലവിയെയും മുജാഹിദ് മഹല്ലുകളിൽ വെച്ച് പൊറുപ്പിക്കുകയും ഇല്ല. വളരെ കണ്ടീഷനായിട്ടുണ്ട് കാര്യം. രോഗങ്ങൾ, വിഷബാധ, സിഹിർബാധ തുടങ്ങിയവയുടെ ശമനത്തിനായി ഗൾഫ് സലഫികൾ ഖുർആൻ മന്ത്രിച്ചൂതാറുണ്ട്. അത് ഗൾഫിലെത്തുമ്പോൾ ചുർക്ക്, കേരളത്തിലെത്തുമ്പോൾ ചിർക്ക്. അങ്ങനെ ഉണ്ടോന്ന്? ഗൾഫിലെത്തുമ്പോൾ ചുർക്കാണ് മന്ത്രം, കേരളത്തിലെത്തുമ്പോൾ ചിർക്കാണ് മന്ത്രം. ഇങ്ങനെ നാട് മാറുമ്പോ മാറുമോ കൂട്ടരെ? കാലാവസ്ഥക്കനുസരിച്ച് ജലദോഷം മാറി വരാറുണ്ട്. ചിർക്കു മാറി വരുമോ? കുറ്റപ്പെടുത്താനല്ല, പുസ്തകം വായിച്ചപ്പോൾ ഞാൻ പറഞ്ഞുപോയതാണ്. അപ്പൊ ഗൾഫിലെത്തിയാൽ സലഫികൾക്ക് ചിർക്കാവാം, മന്ത്രിച്ചൂതാം. കേരളത്തിലെത്തുമ്പോൾ മേഡിയൻ കേരള മുജാഹിദിന് മന്ത്രം ചെറുക്കാണ്, മേഡിയൻ സൗദി അറേബ്യ മുജാഹിദിന് മന്ത്രം ചെറുക്കാണ്. ഏതോ ആകട്ടെ, ഇങ്ങനെ മന്ത്രം സ്വഹാബത്തിന്റെ ചര്യയാണ്, അത് ചെയ്യേണ്ടതാണ്. അതേസമയത്ത് ഇപ്പോ മുജാഹിദിന്റെ അവസ്ഥ എടുത്തു നോക്കിയാൽ നേരെ തല തിരിച്ചണല്ലോ. മന്ത്രത്തിനെയും ഉറുക്കിനെ ഏലസിനെയൊക്കെ ശക്തമായിട്ട് വിമർശിച്ചുകൊണ്ട് ജക്കറിയ സലാഹിന്റെ പ്രസംഗമുണ്ട്, കിട്ടുമോ? ശക്തമായിട്ട് വിമർശിച്ചുകൊണ്ട്. പക്ഷെ കുറച്ചിങ്ങനെ കഴിഞ്ഞപ്പോ ഇവർക്കും തോന്നി ജിന്നും മിൻസും ഒക്കെ പ്രശ്നമാക്കാൻ തുടങ്ങിയപ്പോ ഇനിയിപ്പോ നമ്മൾ നോക്കി നിന്നാൽ പിന്നെ ഗുളിക കൊടുത്താലൊന്നും ശൈത്താൻ ഇറങ്ങിപ്പോവില്ല. ശൈത്താനിന്റെ ഗുളിക. അതേപോലെ തന്നെ ഇഞ്ചക്ഷൻ ചെയ്താൽ ജിന്നിന്റെ ഷർറ് ഒഴിവാകൂല. അതിന് മന്ത്രിക്കലേ മാർഗുള്ളൂ. അപ്പൊ ലാസ്റ്റ് കള്ളിക്ക് പറഞ്ഞു വേണം മന്ത്രിക്കണം, എന്നല്ല അതിന് തെളിവും കൂടെ ഉണ്ട്. ഇതിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഏകദേശം നമ്മുടെ തേങ്ങയുടെ കൊപ്പരയുടെ ഒക്കെ വില പോലെ. കൊപ്പര വില കുറച്ച് ചിലപ്പോൾ പത്രത്തെ കാണും ഇടിഞ്ഞു, വില ഇടിഞ്ഞു എന്നാണ്. ആ വില ഇടിഞ്ഞിട്ടാരും മരിക്കലൊന്നുമില്ല, പക്ഷെ വില ഇടിവാണ്. ചിലപ്പോൾ പറയും കൊപ്പരയുടെ താങ്ങ് വില നിശ്ചയിച്ചു, അങ്ങനെ ഉണ്ടാവും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. ഇതേപോലെയാണ് തൗഹീദ്. മാറാൻ പാടില്ലല്ലോ. ആദ്യം മന്ത്രത്തിന് നന്നായി പരിഹസിക്കുന്ന ഭാഗം ഇട്ടുകൊടുക്കുക. നമ്മൾ ചെയ്യേണ്ടത് രോഗം വന്നാൽ ചികിത്സിക്കലാണ്, മന്ത്രിക്കലല്ലാതാ. അതിന് പകരം ഇവര് തങ്ങളെടുത്തേക്ക് പോകും. എന്നിട്ട് മന്ത്രം, തന്ത്രം, കന്ത്രം എന്തൊക്കെയോ പറഞ്ഞ് മന്ത്രത്തെ കളിയാക്കുക. പിന്നെ പറഞ്ഞിട്ട് പറയുന്നത് മന്ത്രിക്കണം. രാത്രി സുഖമില്ലാതെ കുട്ടി ഉറക്കുന്ന എഴുന്നേറ്റാൽ രാത്രി കുറിച്ച് ചോദ്യം മന്ത്രിക്കണോ? ഇതിപ്പോ തിരിച്ചിട്ടും പറയാൻ ആദ്യം മന്ത്രത്തെ എതിർത്ത് വന്നിട്ട് കൊടുക്കുക. കേട്ടോളൂ. രോഗം വന്ന ഐക്കല്ല്, ഏലസ്, ഉറുക്ക്, മന്ത്രം, തന്ത്രം ഇതൊക്കെ ആരാ ചെയ്തുകൊണ്ടിരിക്കുന്നത്? റസൂൽ പഠിപ്പിച്ചത് രോഗം വന്നാൽ നിങ്ങൾ ചികിത്സിക്കണം. സദാവൂ, നിങ്ങൾ ചികിത്സിക്കണം. ഫൈനല്ലാഹ ലം യൻസിൽ ദാൻ ഇല്ലാ അൻസല ലഹു ദവാ. അള്ളാഹു ഒരു രോഗം ഇറക്കിയിട്ടുണ്ടോ അതിന് പ്രത്യൗഷധവും ഇറക്കിയിട്ടുണ്ട്. ആ ഔഷധം കണ്ടെത്തി ചികിത്സിച്ചാൽ ബരി അബീദിനില്ല, അള്ളാഹുവിന്റെ അനുമതി പ്രകാരം രോഗം സുഖപ്പെടുന്നതാണ്. എന്നിട്ട് പാരെ ഇവരെന്താ ചെയ്യുന്നത്? ഒരു തങ്ങളെടുത്ത് പോവും, അവിടുന്ന് ഒരു നൂല് ഒന്ന് കെട്ട്, ഒരു കെട്ട്, എന്നിട്ടൊന്ന് കയ്യിൽ കെട്ടും. അല്ലേ? ഐക്കല്ല്, ഏലസ്, ഉറുക്കെന്നൊക്കെ പറഞ്ഞ് എന്താ അതിനകത്ത് ഉണ്ടാവുക? ഒരു കഷ്ണം കടലാസ് എടുത്തിട്ട് കുട്ടികൾ ടൈം ടേബിളിൽ വരയും പോലെ തെലങ്കും പലങ്കും വരയുക, അലിഫ് ലാമ് അലിഫ് റാ എന്നൊക്കെ എഴുതുക. എന്നിട്ട് ഹോമിയോപ്പതിക്കാരെ ഗുളികപ്പൊതി മറിച്ചതായി മടക്കുക, എന്നിട്ട് മെഴുകിൽ പൊതിഞ്ഞ തുണിയിലാക്കുക, എന്നിട്ട് നൂല് ചുറ്റുക. ഇതാണ് ഐക്കല്ല്, ഏലസ്. അത് സ്വർണത്തിനുള്ളിലാക്കിയാലും വെള്ളിന്റെ ഉള്ളിലാക്കിയാലും കടലാസിനുള്ളിലാക്കിയാലും ഒക്കെ സാധനം ഇത് തന്നെയാണ്. കുരിപ്പിടിച്ചാലും അതന്നെ,
വയറ്റുന്നോ കുടിച്ചാലും അതന്നെ, ഭർത്താവ് ഗൾഫിലുള്ളപ്പോ പ്രേമം പൊളിയാതിരിക്കാൻ കൊടുക്കണ ഐക്കല്ലോ അതന്നെ, കാളകൂട്ടിന് പോകുന്ന പോത്തിന്റെ അരയിൽ കെട്ടണോ അതന്നെ, ഊർച്ചമരത്തുമ്പോ കേരള ഇരിക്കാലിപ്പോത്തിന്റെ അരയിലും അതന്നെ. കണ്ട നിങ്ങള്? എന്നിട്ട് പറയലാണ് ഞങ്ങള് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്താണ്. ഞാൻ ബുഖാരി തെളിവുദ്ധരിച്ചിട്ടാണ് മന്ത്രത്തിനെ സമർത്ഥിച്ചത് എന്നല്ല, ഇസ്ലാഹി പ്രസ്ഥാനം വരുന്നത് വരെ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന് മലയാള പുസ്തകത്തിൽ നിന്ന് വായിച്ചു. ആ മന്ത്രത്തിനാണ് മന്ത്രം തന്ത്രം കന്ത്രം എന്ന് പറഞ്ഞിട്ട് പരിഹസിച്ചുകൊണ്ട് കളിയാക്കിയത്. നന്നായി പരിഹസിച്ചു. എന്നിട്ട് ഒരുപാട് അയാൾക്ക് കിട്ടുന്നതൊക്കെ അയാൾ പറഞ്ഞു. വളരെ രൂക്ഷമായ ശൈലിയിലാണ് അയാൾ മന്ത്രത്തെ. അവിടെ ഇന്ന മന്ത്രം ഖുർആൻ എന്നുള്ള മന്ത്രമാണെങ്കിലും ഒക്കെ, നബി പഠിപ്പിച്ചാണെങ്കിലും ഒക്കെ, അങ്ങനെയല്ല. കാടടച്ചു വെടിവെച്ചു മൊത്തത്തിൽ മന്ത്രത്തെ അങ്ങോട്ട് എതിർത്തു. ഇതിങ്ങോട്ട് എതിർത്തപ്പോൾ സ്വാഭാവികമായി നമ്മൾ തെളിവുദ്ധരിച്ച് പ്രസംഗിക്കാൻ തുടങ്ങി. മുജാഹിദ് പ്രസ്ഥാനത്തിൽ തന്നെ ഒരു ഭാഗത്ത് ജിന്ന് കയറിക്കൂടാൻ തുടങ്ങി. അങ്ങനെ ജിന്നുകളൊക്കെ കയറിയിട്ട് പ്രശ്നം ഉണ്ടാക്കാനൊക്കെ തുടങ്ങിയപ്പോൾ സുബ്ഹാനല്ലാഹ്, ഇത് ഇറങ്ങിപ്പോകണമെങ്കിൽ മന്ത്രം കൊണ്ടേ കഴിയൂന്ന് ഉറപ്പായി. അങ്ങനെ വന്നപ്പോ ഇതേ മൗലവി തിരിച്ചു പ്രസംഗിച്ചു. എന്താ പ്രസംഗം? അങ്ങനെ രോഗം വന്ന് എന്താ ചെയ്യേണ്ടത്? മന്ത്രിക്കണം. എന്നിട്ട് നിസ്കാരത്തിന് ശേഷം തുടങ്ങിയ മന്ത്രം കേട്ടു നോക്കുമ്പം നല്ലൊരു തൊരീക്കത്തിന് ശൈഖാമാത്രം ദിക്കറിന്റെ ഇജാസത്ത് അയാളിന് കൊടുക്കുക. എന്നിട്ട് അവസാനം അയാളിന് പറയുന്നുണ്ട്, രാത്രി ഒരു കുട്ടി പെട്ടെന്ന് ഉറക്കുന്നു നെട്ടി ഓടുന്നു. എന്താണ് കുഴപ്പമെന്ന് പറയാൻ കുട്ടിക്ക് അറിഞ്ഞുകൂടാ. എന്താ ചെയ്യേണ്ടത്? കുട്ടീനെടുത്ത നജസ്സൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് ആയത്തിൽ കുറിച്ച് എഴുതിയിട്ട് അങ്ങോട്ട് മന്ത്രിക്കണം. കുട്ടി അങ്ങോട്ട് ഉറങ്ങൊരു ഉറക്കുക. ഇത് ഞാൻ പറഞ്ഞാൽ പറയും സുന്നികൾ അതിന് അനുകൂലമായതുകൊണ്ട് പറയാ. അദ്ദേഹത്തെ നാവുകൊണ്ട് തന്നെ കേൾക്കാൻ ഭാഗ്യം ഉണ്ടായാലോ അൽഹംദുലില്ലാ, അത്രയും നന്നായി എന്നല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഒന്ന് കേട്ടോളൂ. പഠിക്കുമ്പോൾ നമുക്ക് തഖ്വ കൂടും. ഓരോ കാര്യങ്ങളും ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീത് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. രാവിലെ 100 പ്രാവശ്യവും വൈകുന്നേരം 100 പ്രാവശ്യവും. ശൈത്താനുള്ള പ്രൊട്ടക്ഷനാണത്. സുബൈ നമസ്കരിച്ചിട്ട് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പും, അസർ നമസ്കരിച്ച് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പും ചെല്ലണം. കണ്ടോ? കിടക്കാൻ സമയത്ത് നിങ്ങൾ ആയത്തുൽ കുർസി ഓതണം. ഓരോ നമസ്കാരത്തിന് ശേഷവും ആയത്തുൽ കുർസി ഓതണം. ഓരോ നമസ്കാരത്തിന് ശേഷവും ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് 3 സൂറത്തുകളും ഓതണം. മഗ്രിബിനും സുബൈക്കും ശേഷം 3 തവണ ഓതണം. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓരോ നമസ്കാരത്തിന് ശേഷവും സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ 33 തവണ വീതം ചൊല്ലി 99 തികയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പഠിച്ചത് അതെന്ത് ചെയ്യണം? അതിൽ പൂർത്തിയാക്കണം. നമുക്ക് നമ്മളെ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളോ കരച്ചിലോ ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താ ചെയ്യാറ്? ഒരു ചെറിയ കുട്ടി, എന്താണെന്ന് പറയാൻ വയ്യാത്ത കുട്ടി രാത്രി കരയാണെങ്കിൽ ഒന്ന് കൊണ്ടുപോയി നജസ്സൊക്കെ വൃത്തിയാക്കിയിട്ട് നമ്മൾ കുട്ടിക്ക് ആയത്തുൽ കുർസി ഊതി തടവി കൊടുത്താൽ കുട്ടി അങ്ങോട്ട് ഉറങ്ങും. ഇതൊക്കെ ഇപ്പൊ ഖുറാഫാത്ത. നബി പറഞ്ഞു, നിങ്ങൾക്കൊരു സ്ഥലത്ത് വേദനയുണ്ടെങ്കിൽ ആ വേദനയുള്ള സ്ഥലത്ത് നിങ്ങൾ കൈവെക്കുക, എന്നിട്ട് ബിസ്മില്ല എന്ന് 3 പ്രാവശ്യം പറയാ. എന്നിട്ട് അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വഉഹാദിർ. കണ്ടോ? അള്ളാഹുവിന്റെ ഇസ്സത്തിൽ ഞാൻ അഭയം തേടുന്നു, അവന്റെ ഖുദ്റത്തിൽ ഞാൻ അഭയം തേടുന്നു. ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുകയും വലുതായി പോകുമെന്ന് ഞാൻ ഭയപ്പെടുകയും ചെയ്യുന്ന ഈ വേദനയിൽ നിന്നും ഇത് 7 പ്രാവശ്യം നിങ്ങൾ പറയണം. എന്നിട്ടും വേദന മാറില്ലെങ്കിൽ വീണ്ടും പറയണം. അപ്പൊ വേദനക്കുള്ള മന്ത്രമാണത്. ഒരു രോഗിയെ സന്ദർശിച്ചാൽ രോഗിയോട് നിങ്ങൾ സാരമില്ല, സുഖമാകും എന്ന് പറയുന്നതോടൊപ്പം രോഗിക്ക് വേണ്ടി മന്ത്രിക്കണം, പ്രാർത്ഥിക്കണം. എന്താണ്? വെറും പ്രാർത്ഥനയല്ല, ഊതിക്കൊടുക്കലും തടവിക്കൊടുക്കലൊക്കെ അതിലുള്ളതാ, മന്ത്രത്തിലുള്ളതാ. ഈ വഹയിപ്പ എപ്പ ഇറങ്ങിയതാ? കഴിഞ്ഞ 1300 ചില്ലാനം കൊല്ലക്കാലം കേരളത്തിലെന്നല്ല ലോകത്ത് മുഴുവൻ മന്ത്രം നടന്നു. ആ മന്ത്രം ശിർക്കാണ്, അനാചാരമാണ്, അനിസ്ലാമികമാണ്, അന്ധവിശ്വാസമാണ്, വൈദ്യന്മാർക്കും തങ്ങന്മാർക്കും പൈസ തട്ടാനുള്ള പരിപാടിയാണ്. ഇത് പറഞ്ഞ് ലോകത്ത് മന്ത്രിച്ചൂതിയ ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെയും മഹാന്മാരെയും കാഫറാക്കി തള്ളി, അവരെ മുഴുവനും മുശ്രിക്കുകളാക്കി മാറ്റി. അങ്ങനെയാണ് മുജാഹിദ് പ്രസ്ഥാനം രംഗത്ത് വന്നത്. ആ രംഗത്ത് വന്ന മുജാഹിദ് പ്രസ്ഥാനം നീണ്ട 70 കൊല്ലം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നാക്കിട്ടടിച്ചതും പ്രഭാഷണ വേദികൾ സംഘടിപ്പിച്ചതും ജനങ്ങളെ പൊട്ടിയസാക്കിയതും മന്ത്രം തെറ്റാണ്, അത് ശിർക്കാണ്, അത് കുറ്റമാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഞാൻ വായിച്ചു, മുജാഹിദിന്റെ ഒരൊറ്റ പള്ളിയിലും
മന്ത്രിച്ചൂതുന്ന ഒരു മൗലവിയെയും വെച്ചു പൊറപ്പിക്കുകയില്ല. ഖുർആൻ ഓതുന്നാത്ത ഒരു ഒറ്റ പോലെയും പൊറപ്പിക്കൂല. 70 കൊല്ലം മുജാഹിദ് അത് പ്രസംഗിച്ച് പ്രവർത്തിച്ചപ്പോൾ ഇപ്പോൾ വഹാബികൾ തിരിച്ചു പറയുന്നു, എവിടെ നിന്ന് കിട്ടി നിങ്ങൾക്കിത്? മുജാഹിദ് മൗലവിമാർക്ക് വേണ്ടി കേസറ്റ് റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ റെക്കോർഡ് ചെയ്യുന്നതോടൊപ്പം പ്രസംഗം കൂടി നല്ലോണം ശ്രദ്ധിക്കുക. എന്നിട്ട് നിങ്ങൾ ആ കേസറ്റ് കൊണ്ടേ കൊടുക്കുമ്പോൾ ചോദിക്കുക, സംഗതി നിങ്ങൾ റെക്കോർഡൊക്കെ ഞങ്ങൾ പറഞ്ഞ് നിങ്ങൾ ചെയ്തു, ഓക്കെ, പക്ഷേ ഞങ്ങൾക്കൊരു സംശയമുണ്ട്, നിങ്ങളുടെ പ്രസംഗം തന്നെ അതും മുമ്പിട്ടു, ഇപ്പൊ ഇത് വിട്ടു, ഇത് ഏതടിസ്ഥാനത്തിൽ അങ്ങക്ക് ജിബിരിയിലൊക്കെ വന്നു ഒന്ന് ദയവ് ഇത് നിങ്ങൾ ചോദിക്കണം. പിടിക്കുന്നവരുണ്ടെങ്കിലേ ഒന്ന് ചോദിക്കണം. പിടിക്കുന്നവരെ നമുക്ക് എതിർപ്പൊന്നുമില്ല. നിങ്ങൾ വെക്കുമ്പോൾ നമുക്കിതുപോലെ സൗകര്യം ചെയ്ത് തന്നാൽ മതി. അൽഹംദുലില്ലാ നമുക്കൊരു സൗഹൃദമായിട്ട് പോകണല്ലോ, വിഷയങ്ങൾ നടക്കണല്ലോ. ഇതിലൊരു 10 വോട്ട് ആരൊക്കെ ജയിക്കണ വിഷയമൊന്നും പതിയിലില്ല. മറ്റു ഏതെങ്കിലും നേട്ടങ്ങളോ അതില്ല. നമ്മളിത് പിടിക്കുന്നത് ഞാൻ എൻ്റെ ഒരു മൗലവിക്ക് കൊടുക്കാം, മൗലവിൻ്റെ എനിക്കും തരാം, മൗലവി പ്രസംഗം സമയത്ത് നമ്മൾ പിടിക്കാൻ സൗകര്യം ഏർപ്പെടുത്തിത്തരാം. അൽഹംദുലില്ലാ അങ്ങനെയാണ് വേണ്ടത്, മനുഷ്യത്തുള്ളത് ചെയ്യേണ്ടത്. പക്ഷെ ശ്രദ്ധിക്കണം, ഒരു പിടിക്കൽ മാത്രം, അതിന്റെ സ്വിച്ച് മാത്രം ശ്രദ്ധിക്കരുത്, പ്രസംഗം കൂടെ ശ്രദ്ധിക്കുക. എങ്കിലേ കാരണം പിടിച്ചോണ്ട് ക്ലിയർ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ മൗലവിക്ക് ശരിവെച്ച് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് അറിയേണ്ടി വരും. അതിനുവേണ്ടി നിങ്ങൾ കേട്ടോ, പേരൊടുത്താതിനെ വിമർശിക്കാൻ വേണ്ടി മാത്രം കേസറ്റ് കേട്ടാൽ ഇന്ന് സുന്നത്തമായത്ത സജീവ പ്രവർത്തകനാണ്. അള്ളാഹു നമ്മളെ പിടിക്കുന്നവർക്കൊക്കെ ഹിദായത്ത് കൊടുക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന എന്താണ്, സ്നേഹമുള്ളതുകൊണ്ട് ഇപ്പൊ ഞാൻ വേറെ ദേഷ്യമുണ്ടെങ്കിൽ വേർക്കും. അപ്പൊ ഏതാവട്ടെ, ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ഈ രീതിയിൽ മന്ത്രത്തെ സംബന്ധിച്ച് വളരെ നിശ്ചിതമായിട്ട് വിമർശിച്ച ആളുകൾ, അതേ ആൾ പറയുന്നത് മന്ത്രിച്ചൂര്യ കുട്ടി അങ്ങോട്ട് ഉറങ്ങൂന്നാണ്. അത് അയാളങ്ങനെ തിയറി പറഞ്ഞു എന്നല്ല, അതെ പ്രാവർത്തികാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതൊന്നും അല്ല. അത് പ്രാവർത്തികാക്കാൻ വേണ്ടി പറഞ്ഞതൊന്നും അല്ല. പിന്നെ അതങ്ങനെ അങ്ങ് പറയേണ്ടി വന്നു എന്നേ ഉള്ളൂ എന്നൊരു തോന്നല് ചിലപ്പോ ചില ആളുകൾക്കുണ്ടാവും. എന്നാൽ കേട്ടോളൂ, ഡോക്ടർ സുബൈർ മൗലവി, അദ്ദേഹം ജിന്ന് സ്പെഷ്യലിസ്റ്റാണ്. അദ്ദേഹത്തിന്റെ അടുത്ത് ട്രീറ്റ്മെന്റിന് വേണ്ടി പേഷ്യൻസുകൾ വരും. പ്രശ്നം പലതും പറഞ്ഞ കൂട്ടർ ഇയാൾക്ക് തോന്നി ഈ രോഗിക്ക് ഇഞ്ചക്ഷൻ കൊടുത്താൽ ശരിയാവൂല, ഓപ്പറേറ്റ് ചെയ്താലും നന്നാവൂല, അപ്പൊ ഇയാൾക്ക് വേണ്ടത് അസ്മ എന്നാണ്. അങ്ങനെ അയാളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പടച്ചോനോട് പ്രാർത്ഥിച്ചിട്ടും രോഗം സുഖമായില്ല. നോക്കണെങ്കിൽ പടച്ചോൻ പോരെന്നാണ് ഇപ്പൊ ചോദിക്കരുത്. ആ ചോദ്യം ആരും വെട്ടിലാക്കുകയും ചെയ്യും. അള്ളാഹു ഉണ്ടാകുമ്പോ പിന്നെ മറ്റാരെങ്കിലും വേണോ? അത്ത ചോദ്യമാണത്. കെലിമത്തു ഹഖിൻ ഉരീദു ബിഹി ബാത്തിൽ. അങ്ങനെയാണ് നല്ല ചോദ്യം. അള്ളാഹു മാത്രം പോരെ. അതുപോലെ ചിലപ്പോൾ ചോദിക്കും, അള്ളാഹിനോട് ചോദിക്കലോ നല്ലത്, മഹാന്മാരോട് ചോദിക്കലോ നല്ലത്? അപ്പൊ ഒറ്റവാക്കൽ അള്ളാഹിനോടൊന്ന് പറയുമല്ലോ അതിനു വേണ്ടി. അങ്ങനെ കുറെ നമ്മൾ ചിലപ്പോൾ ചോദിക്കും, ദിക്ർ ചെല്ലല്ലോ, ഖുർആൻ ഓതലോ നല്ലത്? അറിയാത്തവരിങ്ങനെ ഉദൂനി അസ്തജിബ് ലക്കും, എന്നോട് ചോദിച്ചോളൂ ഞാൻ തരാമെന്ന് അള്ളാഹു ഏറ്റതാണ്. തന്നെയുമല്ല എന്നോട് ചോദിച്ചാൽ ഉടനെ ഉത്തരം കൊടുക്കും. അപ്പൊ പിന്നെ എന്തിനാണ് മറ്റുള്ള ആളുകൾ മന്ത്രമൊക്കെ? പക്ഷെ കുടുങ്ങി. നമ്മുടെ ഡോക്ടർ സുബൈർ മൗലിന്റെ അടുത്തേക്ക് രോഗികൾ വന്നപ്പോൾ അള്ളാഹിനോട് ചോദിച്ചിട്ടൊന്നും ഉത്തരം കിട്ടുന്നില്ല. ലാസ്റ്റ് അയാൾ എന്ത് ചെയ്തു പറയുന്നത്? 1 നമ്പർ മന്ത്രം ഡയറക്റ്റ് അല്ല, വെള്ളത്തിലേക്ക് മന്ത്രം ചൂതിന. എന്നിട്ട് ആ വെള്ളം കുടഞ്ഞപ്പോ ശൈത്താൻ പോയി. അല്ലാഹ് മുജറബ. അനുഭവജ്ഞാനം അയാൾ പറയാണ്. അത് ഞാൻ പറയുമ്പോൾ പത്തപ്പിന് ഈ തമാശയാക്കിയിട്ടാ പറയുന്നത്, വെറുതെ പറയാകും. എന്നാ കാര്യത്തിൽ കേൾക്കണ്ടേ? കേട്ടോളൂ മൗലവിന്റെ തന്നെ. എന്റെ അടുത്ത് മതം മാറി വന്ന ചില ആളുകൾ വന്ന് പറഞ്ഞെന്ന് വെച്ചാല്, ഒരു സുഹൃത്ത് പറഞ്ഞത് പുള്ളി നമസ്കരിക്കാൻ നിന്നാൽ യേശുവിന്റെ രൂപം മുന്നിൽ നിൽക്കുന്നതാണ്. യേശുവിന്റെ രൂപം മുന്നിൽ നിൽക്കും, എത്ര കാണിച്ചാലും അത് പോവില്ല. എന്നിട്ട് അദ്ദേഹം എന്ത് വിചാരിച്ചു, എന്നാൽ ഞാൻ ഇത് പോകാൻ വേണ്ടിയിട്ട് അല്ലാഹൂന്ന് ഇങ്ങനെ വലിയ അക്ഷരത്തിൽ എഴുതിയത് മനസ്സിൽ കണ്ട് അതിന്റെ മുന്നിൽ നമസ്കരിക്കാന്ന് വിചാരിച്ചു. എന്നാലും ഇതങ്ങനെ പോയിരുന്നു, അപ്പോഴിത് പോവില്ല. അങ്ങനെ ഇയാൾ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. അങ്ങനെ ഞാൻ മടക്കി വെച്ചു. വീണ്ടും അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, സാറ് എന്തായാലും പോകുന്നില്ല, അത് എങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ മാർഗത്തിൽ അത് കളയാൻ പറ്റും. അങ്ങനെ ഞാൻ അദ്ദേഹത്തിനടുത്ത് നിന്ന് ഖുർആൻ ഓതുകയും ഖുർആൻ ഓതിയ വെള്ളം അദ്ദേഹത്തിന്റെ മുഖത്ത് ഇങ്ങനെ തളിക്കുകയും ചെയ്തു. അപ്പൊ ഈ രൂപ പ്രത്യക്ഷമായി. പിന്നെ രൂപം വന്നിട്ടില്ല എന്നാണ്. ഈ എന്ന മൗലവിമാരൊക്കെ അവർ മന്ത്രി ചൂതിയിട്ട് പിശാച്ച് പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ ഉള്ളാട്ടങ്ങൾ പാപ്പാനൊക്കെ കാറ്റ് തട്ടുമ്പോഴത്തിന് ഓടൂല ചെയ്താൻ. ആലോചിക്കോളൂ അല്ലേ? അല്ല ആലോചിക്കോളൂ. ഇവർ ഈ മൗലവിമാരെ കണ്ടാൽ തന്നെ പിശാച്ച് ഇങ്ങോട്ട് കയറിക്കൂടാൻ നോക്കുന്നില്ല, അല്ലാതെ ഓടുമോ? അതേ സമയത്ത് നമ്മുടെ സാദാത്യങ്ങൾ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന
എപ്പോഴും മന്ത്രവും അതേപോലെ തന്നെ ദുആ സമ്മേളനവും അതുപോലെ തന്നെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ സാദാത്യങ്ങൾ, നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ പണ്ഡിതർ, നമ്മുടെ നേതാക്കൾ, ഇവരൊക്കെ മന്ത്രിച്ചൂതിയ ശൈത്താൻ ഓടുമെന്ന് ഉറപ്പല്ലേ? ഇനി ശബ്ദം കേൾക്കുന്ന കൂട്ടത്തിൽ ഏതെങ്കിലും മുജാഹിദ് കുടുങ്ങിപ്പോയവരോ ജമാഅത്ത് ഇസ്ലാമി കൊള്ളാം എന്ന് ധരിച്ചവരോ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പുനർവിചിന്തനത്തിന് ഇപ്പൊ സമയമല്ലേ? ഏത് അപ്പൊ ഞങ്ങളെ മൗലിമാർ ഇത് മന്ത്ര ശിർക്ക തെറ്റാന്ന് പറഞ്ഞാൽ എന്റെ വലിയപ്പം മരിച്ചുപോയത് എത്ര ആളുകൾ വന്നിട്ട് പറഞ്ഞു ആ മൊല്ലാക്കടുത്തൊന്ന് കൊണ്ടുപോയിക്കോ, ആ തങ്ങളെടുത്തൊന്ന് കൊണ്ടുപോയിക്കോ. ഡോക്ടർമാരെ വിട്ടിട്ട് കളിയില്ല, ആള് കാലിയായി പോയില്ലേ. ഇപ്പൊ വല്ലിപ്പ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മൗലവിന്റെ അടുത്ത് മന്ത്രിക്കാൻ കൊണ്ടുപോകായിരുന്നല്ലോ. ജിബിലിൽ ഇയാളടുത്ത് വന്നിട്ടില്ല എന്ന് ഉറപ്പല്ലേ? ഈ മൗലിമാരെ കൂടെ നിന്നാൽ എന്റെ കുടുംബം തകരും. നിങ്ങൾ മനസ്സിലാക്കിക്കോ, മനസ്സിലാക്കി വേണമെങ്കിൽ. സുന്നിക്ക് ആളെ കുറവില്ല, നിങ്ങൾക്കറിയാലോ. സുന്നികൾക്ക് ഇപ്പൊ ആളെ കുറവില്ല, ആള് കൂടിയിട്ടാ തകരാറ്. പല സ്ഥലത്തും പള്ളികളൊക്കെ പിന്നെ രണ്ടാം തട്ട് എടുക്കേണ്ടിരുന്ന ആള് കൂടിയിട്ടാൽ ഓരോ സ്ഥലത്തും അങ്ങനെയാണ്. അപ്പൊ പെർമിഷൻ ചോദിച്ചാൽ പോലീസുകാർക്ക് ഇപ്പൊ തരാൻ മടിയാ. എന്തേ നിങ്ങളെ എത്ര ആളുടെ 10,000 ആള് ഇല്ലല്ല, നിങ്ങൾ 10,000 എന്ന് പറഞ്ഞാൽ 15,000 ഉറപ്പിച്ച ഇങ്ങനെ ഉണ്ടാകില്ല. ആളെ തികക്കലില്ല, ആളിഷ്ടം പോലെ ഉണ്ടാകില്ല. ഇപ്രാവശ്യം മർക്ക സമ്മേളനത്തിനൊക്കെ പെർമിറ്റിന് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടി. കാരണം റോഡ് ബ്ലോക്ക് ആകുന്നതാണ്. അപ്പൊ ആള് കുറവ് ഞങ്ങൾക്കില്ല. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ അമ്മാ ബി നിഅമത്തി റബ്ബിക ഫഹദിസ്. ആമൽക്ക് പറയാൻ അല്ലാഹു ഉള്ളതിന് ബറക്കത്ത് നൽകുമാറാകട്ടെ. പക്ഷേ മുജാഹിദിലും ജമാഅത്തിലും കുടുങ്ങിപ്പോയവര് അല്ലെങ്കിൽ അവർക്ക് എന്താ കുഴപ്പമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആലോചിക്കുക. ഈ രീതിയിൽ വൈരുദ്ധ്യം പറഞ്ഞാലോ? ഇതിന് അവിടെ മാത്രമല്ല, ഈ സിഹർ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, മാരണം ചെയ്യാൻ, ഗൂഢോത്രം, അന്ധവിശ്വാസം, അങ്ങനെ പരിപാടിയില്ല. ഹൈറും ഷർറും അള്ളാന്റെ അടുക്കൽ നിന്നാണ്. അതുകൊണ്ട് എത്ര ചൈത്താമാര് വന്നാലും ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. അള്ളാന്റെ റസൂലടക്കം സിഹറുകൊണ്ട് കുടുങ്ങിയിട്ട് നമുക്ക് ഈ തെളിവുകൾ കിട്ടിയതാണ്. പക്ഷെ മുജാഹിദ് പ്രസ്ഥാനം വന്നിട്ട് പറഞ്ഞത് അന്ധവിശ്വാസമാണ്, അനാചാരമാണ്, അങ്ങനെ ഒരു ഏർപ്പാടില്ല എന്നല്ല പ്രസംഗിച്ച് വെല്ലുവിളിക്കുകയും കൂടി ചെയ്തു മൗലവി. അങ്ങനെ സിഹർ പരിക്കുമെങ്കിൽ എനിക്കൊക്കെ ചെയ്യട്ടെ, ഞാൻ അതിനെതിരെ പ്രസംഗിക്കാൻ പോകുന്ന ആളാണ്. എന്നിട്ട് പാറാൽ എന്നൊരു സ്ഥലമുണ്ട്, ആ സ്ഥലത്താണ് പ്രസംഗിക്കുന്നത്. അവിടെ എത്തുന്നതിന് പകരം മറ്റെവിടെയെങ്കിലും പോയിട്ട് ഇറങ്ങട്ടെ. ഞാൻ ധൈര്യം ഉണ്ടെങ്കിൽ സിഹർ, അപ്പൊ സിഹർ പരിക്കൂല. തുറന്ന് ഓപ്പണായി പറയാണ്. അവർ കേട്ടോളൂ. നിങ്ങൾ സക്കരിയ സുലാഹി തന്നെയാണ് പ്രഭാഷകൻ. ഇയാൾ ധൈര്യത്തോടുകൂടെ അയാൾ പിന്നെ പറയണത് നോണെയാണെങ്കിൽ ഉറപ്പിച്ചാൽ പറയല. 1.5 കിൻഡൽ കാനത്തിലാ പറയാ. ആ പറച്ചിൽ കേട്ടോളൂ. ഇതേ കിൻഡൽ കാനത്തിൽ തിരിച്ചും പറയും. ഇത് കുഴപ്പമുണ്ടാവില്ല. അത് ഞാൻ തരാം ഇൻഷാ അല്ലാഹ്. മാരണം ചെയ്തു എന്ന വിശ്വാസം ഒരാളെ കുറിച്ച് നമുക്കുണ്ടായാൽ അത് നമ്മൾ തിരുത്തണം. അങ്ങനെ ഒരാളെ കുറിച്ച് നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. തൗഹീദ് അനുസരിച്ച് ഇപ്പൊ ചില ആളുകൾക്ക് സംശയം, അത് ഫലിക്കോ ഫലിക്കൂലേ, ഫലിക്കോ ഫലിക്കൂലെന്ന് ചർച്ച ചെയ്യണെന്തിനാ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫലിക്കൂലെന്നല്ല നമ്മളെ വിശ്വാസം. അതനുസരിച്ച് നമ്മൾ നിന്നാ മതി. എത്ര ചെഴുത്താന്മാരൊന്നിച്ച് സീർ ചെയ്താലും ഇപ്പൊ ഞമ്മക്ക് വെല്ലുവിളിക്കുന്നു. ഞങ്ങളൊക്കെ ഇപ്പൊ ഇതിൽ പ്രസംഗിച്ചടക്കുന്ന ആളുകളാ. എന്നാ ഈ സീറന്മാർക്ക് ഞങ്ങൾക്കൊക്കെ ഇതിലൊക്കെ കണ്ട് സീർ ചെയ്തൂടെ? അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് പാറാനിക്ക് എത്രയും പകരം വേറെ എവിടെയെങ്കിലും പോയി ഇറങ്ങൂലേ? ചിലപ്പോൾ പറയുന്നത് അങ്ങനെയാണ്, യാത്ര പുറപ്പെട്ടാൽ തിരിച്ചുവിടാൻ കഴിയുന്ന ഒറ്റിരിക്കാതൊക്കെ എന്ന് പറയാം. അയാളുടെ എന്തെങ്കിലും ഗൂഢോത്രം ചെയ്താൽ പാറാനിക്ക് വന്ന് ഞാൻ വേറെ എവിടെ പോയി ഇറങ്ങൂല. അന്ധവിശ്വാസത്തെ കുറിച്ച് പ്രസംഗിക്കാൻ പോകണ്ട ചങ്ങായി, മോൻ അവിടെ എത്താതെ തട്ടിത്തിരിഞ്ഞ് എവിടെയെങ്കിലും എത്തുമെന്ന് വിചാരിച്ചാൽ പോരെ. മാത്രമല്ല ഇസ്രായേലിനെതിരെ വലിയ സിഹ്റം ചെയ്താൽ പോരെ. അറബ് രാഷ്ട്രങ്ങളൊക്കെപ്പാടെ കൂടി കോടിക്കണക്കിന് ഉറുപ്പിക ചെലവാക്കിയിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക ഇസ്രായേലിനെ കൊണ്ട്. നമ്മൾ ഇസ്രായേലിനെതിരെ സിഹ്റം ചെയ്താൽ പോരെ. അപ്പൊ സുഹൃത്തുക്കളെ, മറഞ്ഞ മാർഗത്തിലൂടെ ഖൈറും ഷർറും വരുത്താൻ അള്ളാഹുവിന്റെ മാത്രമേ സാധിക്കൂ എന്ന് വിശ്വസിക്കുന്ന ഒരാള് സിഹ്ർ വലിക്കോ ഇതിനെ ചർച്ച ചെയ്യേണ്ട കാര്യം. മറഞ്ഞ കാര്യത്തിലൂടെ ഖൈറും ഷർറും വരുത്താൻ അള്ളാഹുക്ക് മാത്രമേ കഴിയുള്ളൂ. അള്ളാഹുവിന് മാത്രമേ മറിഞ്ഞ കാര്യത്തിലൂടെ സഹായിക്കാൻ ഖൈറും ഷർറും വരുത്താൻ കഴിയുള്ളൂ. ഇതാണ് മുസ്ലിങ്ങൾ വിശ്വസിക്കേണ്ടത്. മറ്റതില്ല ഉണ്ടെങ്കിൽ എനിക്കൊക്കെ ചെയ്തുകൂടെ? ഭയങ്കര വെല്ലുവിളിയാണ്. ഇപ്പൊ ജിന്നിങ്ങോട്ട് ഇറങ്ങി. ജിന്നിറങ്ങിക്കുമ്പോ ജിന്നിനെ കാണുന്നുണ്ടോ? ഇല്ല. ആ ജിന്നിനെ കൊണ്ട് പല സഹായം കിട്ടുന്ന. ജിന്നെ സഹായിക്കണേന്ന് പറഞ്ഞാൽ വട്ടപ്പാറ വളവിൽ ആക്സിഡന്റാണ്, ലോറി അടക്കം അണ്ണൻ ലോറി അടുക്കളയും തട്ടിയും കിട്ടിടുന്ന. പെട്ടെന്ന് അങ്ങോട്ട് പോണ വണ്ടി കാണും, അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു. എത്രത്തോളം ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിന് മുമ്പിലേക്ക് റോഡ് സൈഡിലൂടെ നടന്നു പോകുമ്പോൾ ആരോ പിടിച്ച് പുറകുന്ന് അങ്ങോട്ട് തള്ളിയപ്പോ ഉറപ്പല്ലേ പിൻചക്രം കയറും എന്നുള്ളത്. പക്ഷെ എടുത്തു വെച്ചതുപോലെ കിടന്നു. ആരുമല്ല, ജിന്ന. അദൃശ്യമായ ശക്തികളാണ്.
അത് ഇൻഷാള്ള വേറിട്ടുക. ജിന്നുകളുടേത് മാത്രം വേറിടേണ്ടതുണ്ട്. അത് പറയുമ്പോഴേക്കും നമ്മുടെ വിഷയം ഇതവിടെ കിടക്കും. സമയ സന്ദർഭം പോലെ ഇല്ലെങ്കിൽ ഇൻഷാള്ള ഇത് ആദ്യത്തെ റൗണ്ടാണല്ലോ, പിന്നെ നമുക്ക് ഇൻഷാള്ള കാര്യമായിട്ട് നമുക്ക് ഇടാം. അപ്പോ ഏതായിരുന്നാലും മറിഞ്ഞ കാര്യത്തിലൂടെ ഖൈറും ശർറും അള്ളാഹ്ക്ക് മാത്രമേ ചെയ്യാൻ കഴിയും. മറിച്ച് വിശ്വസിച്ചാൽ തെറ്റാണ്, അത് ശിർക്കാണ്, അത് ഇസ്ലാമിന്റെ വിശ്വാസമല്ല. ഇതാണ് മൗലവി പറഞ്ഞത്. വെല്ലുവിളിയും എനിക്കൊക്കെ ചെയ്തൂടെ. ഇത് കേട്ടിട്ടാണ് ഇക്കഴിഞ്ഞ 70 കൊല്ലം മുജാഹിദീങ്ങള് നമ്മളെ ഖുറാഫികളാക്കി, അന്ധവിശ്വാസികളാക്കി, അനാചാരത്തിന്റെ ആളുകളാക്കി, വളരെ മോശക്കാരാക്കി. എന്നാൽ ജിന്ന് വരാൻ തുടങ്ങിയപ്പോ മുജാഹിദ് നേരെ തിരിച്ചു മാറും. ഇപ്പൊ ഇയാൾ പറയണ കാര്യങ്ങള് സിഹിറിന് ഫലം തോന്നാ പരിക്കും. ഒറ്റ വാക്ക് നേരെ തിരിച്ച് സിഹിർ പരിക്കും. സിഹിർ പരിക്കൂലെങ്കിൽ അതിനെന്തിനാണ് 7 പാപങ്ങൾ ഒന്നായിട്ട് എണ്ണിയത്? അല്ലെങ്കിൽ എണ്ണേണ്ട ആവശ്യമുണ്ടോ? അതിൽ ഒന്നേതാണ് കൊലപാതകം, ഒന്നേതാണ് സിഹിർ. സിഹിർ പരുക്ക പിന്നെ പറയേണ്ട ആവശ്യമുണ്ടോ? പിന്നെ ചില ആൾക്കാർ പറയും നല്ല കുത്തിക്കൂടെ ഞാൻ ഉള്ളിക്കൂടെ. യുക്തിവാദികളെ വെല്ലുവിളിയാണ് ഇതാ ഇയാളെന്നെ പറയാം. സിഹിറിന് യാഥാർത്ഥ്യമുണ്ട്. അതുകൊണ്ടാണല്ലോ വൻ പാപങ്ങളിൽ ഒന്നായിട്ട് അതിനെണ്ണിയത് അല്ലേ? ഒന്നാമത്തെ വൻപാപം ശരിക്കും, രണ്ടാമത്തേതാ സിഹിർ. ഇല്ലാത്ത ഒരു കാര്യത്തെ നിരോധിക്കേണ്ട കാര്യമില്ലല്ലോ. അത് യാഥാർത്ഥ്യമുണ്ട്, ആളുകൾ അത് ഉപയോഗിക്കുന്നുമുണ്ട്. അതുകൊണ്ടാണ് അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത്. പിന്നെ ചില ആളുകൾ പറയും എനിക്ക് ചെയ്യട്ടെ, എങ്ങനെ ചെയ്യട്ടെ, നമുക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ചെയ്തോ കാഫറാവൂലേ? ഒരാൾ കാഫറായിട്ട് നമ്മളെ വിശ്വസിപ്പിക്കാൻ നിൽക്കുമോ? ഞാൻ സിഹിറിന് വിശ്വസിക്കണ്ട, എന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ കാഫറാവോ? ചെയ്തോ കാഫറാവും, വലിയ കുറ്റാണത്. സാഹിറിനെ കൊല്ലണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ സുല്ലമി ചോദിക്കണ്ടേ, ഇങ്ങനെ കുത്തട്ടെ, ഇങ്ങനെ നുള്ളട്ടെ, എന്റെ പേരൊന്ന് നീക്കട്ടെ. യുക്തിവാദികൾ വെല്ലുവിളിക്കലുണ്ടല്ലോ, നിങ്ങൾക്ക് അങ്ങനെ ഒരു പറച്ചുണ്ടെങ്കിൽ ഈ പേര് അങ്ങോട്ട് നീക്കട്ടെ, നിങ്ങൾക്ക് അങ്ങനെ ഒരു പറച്ചുണ്ടെങ്കിൽ മൈക്കെന്ന് അങ്ങോട്ട് നീക്കട്ടെ. അതിന്റെ അടുത്ത പറച്ചമല്ലാണാ തന്നെ. ഈ ജാതി പൊട്ട വെല്ലുവിളിയാ നടത്തുന്നത്. യുക്തിവാദികൾ അങ്ങനെ എന്തെല്ലാം വെല്ലുവിളിച്ചിട്ടുണ്ട്. നിങ്ങളെ പറച്ചുണ്ടെങ്കിൽ എന്തിയാ ഭൂകമ്പം ഉണ്ടായത്? നിങ്ങളെ റഹ്മത്തുൽ ആലമീന ലോകത്തിനുള്ള കാരുണ്യമായ പറച്ചുണ്ടായിട്ടുണ്ട്, നിലയിൽ തീപിടുത്തുണ്ടായത് എന്നൊക്കെ ചോദിക്കുന്ന വല്ല വെല്ലുവിളിയാണ്. ഇത് പൊട്ടത്തരാണ് ഇയാൾ പറയാൻ. ഈ പൊട്ടത്തരല്ലേ കുറച്ചുമ്പ് ഇയാളിനെ പറഞ്ഞു. എന്ത് അങ്ങനെ ഔലിയാക്കന്മാർക്ക് വല്ല കഴിവുണ്ടെങ്കിൽ, അങ്ങനെ വല്ല സിഹിറിന് ഫലമുണ്ടെങ്കിൽ ഈ അറബ് ലോകത്തെ ആളുകൾ എല്ലാവരും കൂടിയിട്ട് ഇസ്രായേലിനെതിരെ ഒരു സിഹ്റാൻ ചെയ്താൽ പോരെ? ഇങ്ങനെ കോടിക്കണക്കിന് യുദ്ധം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ആ ചോദ്യമാണ് ഇപ്പൊ ഇയാൾ പൊട്ട ചോദ്യം എന്ന് പറഞ്ഞത്. അപ്പൊ പൊട്ട ചോദ്യം ചോദിച്ച ആള് ആരാണ്? ഇയാളെന്നെ യുഗങ്ങള് ഈ കേസിന് പിടിക്കുന്നത് ശരിക്കും ശ്രദ്ധിച്ചോളി. ഇതിപ്പോ ഈ ഒരു മൗലവിക്കാണ് ഇപ്പൊ ഈ നർമാറ്റം. ശരിക്കും നോക്കണോ? ഇതിനിപ്പോ മന്ത്രം സിഹിർ 2 വെച്ചു. അതുമായി ബന്ധപ്പെട്ട ഒരു അന്ധവിശ്വാസവും അനാചാരം നോക്കുന്ന ഒന്നാണ് കൈന് കണ്ണേറ്. റസൂലുള്ളാഹി തങ്ങൾ തുറന്നു പറഞ്ഞതാണ് അൽ ഐനു ഹഖുൻ. അതുണ്ട്, എന്ത് നോക്കിയിട്ടും കാര്യമില്ല. പക്ഷെ അതിനെയും കഴിഞ്ഞ 70 കൊല്ലമായിട്ട് മുജാഹിദ് എതിർക്കുകയാണ്, ജമാഅത്തും എതിർക്കുകയാണ്. കണ്ണേറൊന്നുമില്ല, അത് അന്ധവിശ്വാസമാണ്, അത് സുന്നിയുടെ ഖുറാഫാത്താണ്. അങ്ങനെ ഒരു പരിപാടി ഇല്ലേ ഇല്ല എന്ന് പറഞ്ഞ് എതിർക്കുകയാണ്. അതിന് രസവും ഉദാഹരണമൊക്കെ ഇയാൾ പറയുന്നുണ്ട്. അതേ സമയത്ത് ജിന്ന് കൂടിയപ്പോ മുജാഹിദ് 2ആയി പിറന്നപ്പോ ജിന്ന് സ്പെഷ്യലൈസേഷനെതിരെ മൗലവിയുണ്ട്, ശംസുദ്ദീൻ പാലത്ത്. അദ്ദേഹം പറയുന്നത് അല്ലല്ല, അതിന് സത്യമാണ്, കണ്ണേർ യാഥാർത്ഥ്യമാണ്, അതിന് മന്ത്രങ്ങളുണ്ട്, ചെയ്യന്നെ വേണോ. അത് രണ്ടും കേൾക്കാൻ താല്പര്യം ഉണ്ടാവും. ആദ്യം കണ്ണേറിനെ പരിഹസിക്കണം. പിന്നെ കണ്ണേറ് അല്ലേ, നമ്മുടെ വീട്ടിന്റെ പരപ്പുറത്ത് ഒരു 5-6 കുമ്പളങ്ങ അല്ലെങ്കിൽ 5-6 വെള്ളരി അല്ല 5-6 മത്തൻ നിൽക്കുന്നത് കണ്ടു. അങ്ങനെ ഒരു അമൂട്ടിയാക്കയിൽ എങ്ങനെയാണ് പോകുമ്പോ എന്താ സൈനവാ എന്റെ കുമ്പളങ്ങയൊക്കെ ഉഷാറായിട്ടുണ്ടല്ലോ എന്നാണ്. അമൂട്ടിയാക്ക വെറുതെ പോയി. കുറച്ച് കഴിഞ്ഞപ്പോ 1 വീണ് 2 വീണ് ആകെ മൊത്തം വീഴുമ്പോയി ആ മനുഷ്യന്റെ ഒരു നാവ്. എന്നിട്ട് പിന്നെ നാട്ടിലാകെ പാട്ടായി അങ്ങോട്ടിയാക്ക ഏതെങ്കിലും വരുന്നുണ്ടെങ്കിൽ നോക്കിക്കോളുണ്ട്. അതാണ് എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ നമ്മളെ ആളുകൾ അപ്പ എന്തെങ്കിലുമൊക്കെ ഇട്ട് മറച്ചു വെക്കും. എന്തെങ്കിലും ഒരു മത്തനുണ്ടായാൽ അതിന്റെ മുകളിൽ പട്ടയും പാളയൊക്കെ കൊണ്ടുവന്ന് വെക്കും. എന്തിനായി? കണ്ടാ വല്ലോനും പറഞ്ഞളയും. അപ്പൊ നാവേറ് തട്ടും. നാവ് കൊണ്ടുള്ള ഏറ്, കല്ലുകൊണ്ടുള്ള ഏറും വാളുകൊണ്ടുള്ള ഏറും ഒക്കെ കേട്ടിട്ടുണ്ട്. നാവ് കൊണ്ടുള്ള ഏറുണ്ട്, നാവേറ്. പിന്നെ കണ്ണുകൊണ്ടുള്ള ഏറുണ്ട്, അതാണ് കണ്ണേറ്. ഇതാ ഇങ്ങനെ യഥാർത്ഥത്തിൽ അവിടെ നമ്മൾ ഖൈറും ശർറും അള്ളാഹുവാണ് ചെയ്യുന്നതെന്നുള്ള വിശ്വാസത്തിന് ഘടകവിരുദ്ധമാണ്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായിട്ട് നന്മയും തിന്മയും വരുത്താൻ പടച്ചോണ്ട് അത്രേ സാധിക്കുകയുള്ളൂ. കണ്ടത് അതപ്പോ ഖൈറും ശർറും ചേർത്ത പടച്ചു മാത്രമേ കഴിയുള്ളൂ. ആ വിശ്വാസം ഘടകവിരുദ്ധമാണത്.
അത് തെറ്റാണത്. ഏറ്റവും സൈനപ്പ ഏതോ കുമ്പളങ്ങിയൊക്കെ പറഞ്ഞു ഇതൊക്കെ ഉദാഹരണമായിട്ട് പറയാൻ വളരെ ചീപ്പായിട്ട് അവതരിപ്പിക്കുകയാണ്. എന്നാൽ ഇദ്ദേഹത്തിന്റെ ഉച്ചമിത്രം ജിന്ന് ഗ്രൂപ്പിലെ മൗലവി തന്നെയാണ് ശംസുദ്ദീൻ പൊട്ടമുറി. അദ്ദേഹം അവതരിപ്പിക്കുന്ന കേട്ടോളൂ. താങ്കൾ അലട്ടുന്ന ദ്രോഹിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മിൻ ശർരി കുല്ലി നഫ്സിൻ, അതേപോലെ എല്ലാ ഷർറിൽ നിന്നും, ഔ ഐനി ഹാസിദിൻ, അസൂയക്കാരന്റെ കണ്ണേറിൽ നിന്നും. കണ്ണേറ് ഇന്നൽ ഐന ഹഖുൻ, കണ്ണേറ് സത്യമാണ്. പക്ഷെ കണ്ണേറിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു പേക്കോലുണ്ടാക്കിയൊക്കെ അല്ല വേണ്ടത്. അത് ഹറാമായ ചികിത്സ. പടച്ചവൻ പഠിപ്പിച്ച ചികിത്സ എന്നാണ് പഠിപ്പിച്ച അത് ചെല്ലുക വേണ്ടത്. കണ്ണേറുണ്ട്, അതിന് ചികിത്സ എന്താ വേണ്ടതെന്നാ അത് നമുക്ക് പിന്നെ തീരുമാനിക്കാം. നമ്മൾ ചികിത്സ എന്തായിക്കോട്ടെ, കണ്ണേറുണ്ട് എന്ന് വന്നല്ലോ. മറ്റേ പറയണം കണ്ണേറില്ല, പത്തുമാരുടെ കുമ്പളങ്ങ വീണേ നമ്മൾ ഉത്തരവാദിയല്ല. ആലോചിച്ചോക്കാ നിങ്ങൾ. എടാ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങള് ശരിക്കും കേൾക്കണേ. അതായത് പുറത്തുനിന്ന് സുന്നികളല്ലാത്ത ആളുകൾ കേൾക്കുന്നുണ്ടാവുമല്ലോ. എന്തൊക്കെ ഇവർക്ക് ഈ സാധനം കിട്ടി ഇറങ്ങിയതുകൊണ്ട് എത്ര ഉപകാരങ്ങളും. ഒരു വാദപ്രവാദം കഴിഞ്ഞ ഫല ഇതിന് കഴിയുമ്പോൾ കിട്ടണത്. മറ്റത് നമ്മളൊന്ന് പറയും, മൗലിമാര് വേറൊന്ന് പറയും. കൈ പിടിച്ചാൽ കള്ളു പിടിച്ചാൽ കൈ മുട്ടിയമാര് അങ്ങോട്ടും ഇങ്ങോട്ടും ആയി പോവും. സാധാരണക്കാർ കുറെ അതും കേട്ട് കുറെ ഇതും കേട്ട് അള്ളാഹു അലം ഇങ്ങനെ പറയും. രണ്ടു കൂട്ടി പിണക്കാൻ പറ്റാത്തവർ പറയും സുന്നി പറഞ്ഞത് ശരിയാ, മുജാഹിദ് പറഞ്ഞ അതിലേറെ ശരിയാ, രണ്ടും കൂടി കൂട്ടി എമ്മിണി വലിയ ശരിയാ, അണ്ടാളി ഒപ്പിക്കും ചോദിച്ചു. ഇതിന്റെ വിഷയം നടക്കൂല. ഇത് വെക്കുമ്പോ നേർക്കുന്നേരെ. പിന്നെ ഒന്നുണ്ട്, മൗലിമാർക്കും തന്നെ അങ്ങനെ പറഞ്ഞിട്ടില്ല ഞങ്ങൾ നിഷേധിക്കാൻ കഴിയും മറ്റു തെളിവ്. അതുകൊണ്ട് പുസ്തകപ്പഴം അധികം വായിക്കാത്ത സാറിന്റെ കയ്യിലുണ്ട്. ഈ പറഞ്ഞതുപോലെ തന്നെ എഴുതിയതൊക്കെ കയ്യിലുണ്ട്. അത് വായിച്ചാൽ മുസ്ലിമില്ലാത്ത വായിച്ചെങ്കിലും നിങ്ങൾക്ക് തെറ്റിദ്ധരിക്കും. ഇതും കൂടെ ഇട്ട് കഴിഞ്ഞാൽ മാലികാവൽ കിതാബ് ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹാ. ഒരു നടക്കും നിഷേധിക്കാൻ കഴിയില്ല, അതുറപ്പാ. അതുകൊണ്ടാണ് ഈ രൂപത്തില് ഇനി നോക്കിക്കോ. നിങ്ങൾ കണ്ണൂർ മാത്രല്ല ഓരോ രംഗത്തും മരിച്ചയിടത്തുള്ള ദുആനെ പരിഹസിക്കുന്നത് വേറുണ്ട്. അതേപോലെ തന്നെ മരിച്ചവർക്ക് സ്വതക്ക കൊടുക്കുന്നത് വിമർശിക്കുന്നത് വേറുണ്ട്. നേരെ തിരിച്ചാണെങ്കിലോ സ്വാഭാവികമായിട്ടും മരിച്ചടത്ത് പ്രാർത്ഥിക്കണം, മരിച്ചവർക്ക് ഭക്ഷണം കൊടുക്കണോ, അങ്ങനെ തുടങ്ങിയിട്ട് ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു തആല അൻഹു ജാരിയായ സ്വതക്ക കൊടുത്തിട്ടുണ്ട് പറയുന്നു. മരിച്ചോർത്തുള്ള ദുആനെ പറ്റിയിട്ട് വളരെ ശക്തമായിട്ട് ഒരൊറ്റ മുജാഹിദും മരിച്ചോർത്ത് ദ്വാരക്കങ്ങൾ ആലോചിക്കുന്നോളും. വിഷമ ഉമ്മമാരെ ഞാൻ പറയും, ഒന്നും വേണ്ട. ഭൗതിക ലോകത്ത് വെച്ചിട്ട് തന്നെ നിങ്ങളുടെ മക്കൾ കൂടി സുന്നിയായിട്ടില്ലെങ്കിൽ നിങ്ങൾ സുന്നിയായ പോരാ. അംഫുസക്കും വഹ്ലീക്കും നാറ. നമ്മോട് കൂടെ മക്കളെയും കൂടെ സുന്നിയാക്കണം, ഇല്ലെങ്കിൽ ദുന്യാവും തന്നെ അനുഭവിക്കുക. സാധാരണ ഒരു പാമ്പിനെ കൊണ്ട് ജീവിച്ചിരിക്കണവർക്ക് ശല്യം ഉണ്ടാകുക, ഒരു പട്ടിനെ കൊണ്ടും ജീവിച്ചിരിക്കണവർക്ക് ശല്യം ഉണ്ടാകുക, ഒരു മുള്ളു കൊണ്ടും ജീവിച്ചിരിക്കുന്ന ശല്യം ഉണ്ടാകുക. മുജാഹിദിനെ കൊണ്ട് ജീവിച്ചിരിക്കുന്നവർക്കും ശല്യമാണ്, മരിച്ചവർക്കും ശല്യമാണ്. എന്തുകൊണ്ട്? മരിച്ചതിന്റെ ശേഷം കിട്ടുന്ന ഒരു ഖുർആനോത്തും ദുആയും ഇത് ആത്മാർത്ഥമായിട്ട് കിട്ടുന്നതാണ്. ഭൗതികമായിട്ട് ഒരു ഉദ്ദേശം. ഒരു മൗലിദൊക്കെ ആണെങ്കിൽ ചോറെങ്കിലും കൊടുക്കുന്നൊക്കെ അവിടെ ചോദിച്ചിട്ടില്ലെങ്കിലും ഒരു പായസെങ്കിലും ഇല്ലാതെ വെക്കൂല. അതൊരു മനുഷ്യത്താണ്. ഒരു മീറ്റിംഗ് കൂടുമ്പോ നാലാൾ കൂടിയിട്ട് പ്രവാചകനെ അത് പറഞ്ഞതിന് പായസം കുടിക്കാൻ തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ, മുജാഹിദ് സമ്മേളനത്തിന്റെ മുന്നോടിയായിട്ട് സ്വാഗതസംഘം മീറ്റിംഗ് വിളിച്ചുമ്പോൾ ചായ കൊണ്ടുവരുന്ന തെളിവുണ്ടോ നിങ്ങൾ പറയേണ്ടി വരും. അങ്ങനെയുണ്ട്. പ്രവാചകൻ സ്വാഗതസംഘം വിളിച്ചുകൊണ്ട് ചായ നിൽക്കണം. കണക്ക് വായിക്കുമ്പോ അങ്ങനെ എന്റെ മൗലിമാര് DATA ഇങ്ങനെ സിദ്ദീഖുകളൊക്കെ ഒരു കണക്ക് വെച്ചിരുന്നു. അതൊക്കെ നോക്കണം. ഇൻഷാ അല്ലാഹ് സുന്നത്തും ഇതൊക്കെ നമുക്ക് വിഷയത്ത് പറയുമ്പോൾ അവിടെ വെച്ചിട്ട് പറയാം. അപ്പൊ അതേ സമയത്ത് എല്ലോ നമ്മളെങ്ങാനും ഒന്ന് മീറ്റിംഗ് കൂടിയിട്ട് ഒരു ബിരിഞ്ചിയോ മഞ്ഞച്ചോറോ വെച്ചിട്ട് കൊടുത്താൽ ഷിർക്ക്. ഇവര് പിലാത്തറമ കൂടി 20 റുപ്യേന്റെ ടോക്കൺ വാങ്ങി 3 ദിവസം കോഴി ബിരിയാണി കൊടുത്താൽ ചൊറുക്ക്. ഇങ്ങനെ ഈ ബിരിയാണിക്ക് മാത്രമല്ല കോഴി ബിരിയാണിക്കുള്ളല്ലോ തെളിവ്. ഇരിക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന എന്താ, നിങ്ങള് ഈ രീതിയിൽ മരിച്ച മയ്യത്ത് എടുക്കുമ്പോഴടക്കം എന്തോരു റായത്താ നമുക്കൊക്കെ. ഉമ്മാന്റെ മയ്യത്തെടുക്കുന്നു, ഉപ്പാന്റെ മയ്യത്തെടുക്കുന്നു, എല്ലാരും കൂടി നിൽക്കുകയാണ്. അവസാനം ഈ മയ്യത്തിന് യാത്രയപ്പ് കൊടുക്കുകയാണ്. ആ യാത്രയപ്പിന്റെ സമയത്ത് അൽ ഫാത്തിഹ, അതൊരു മദ്രസയുടെ ബെല്ലടി പോലെ കണക്കാക്കിക്കോളി നിങ്ങൾ. അൽ ഫാത്തിഹ ഉണ്ടോ എന്ന് ചോദിക്കേണ്ട ബുഖാരിയിൽ. മദ്രസ പഠനം എന്ന് പറയുന്നത് ദീനിന്റെ കാര്യമാണല്ലോ. മുജാഹിദ് മദ്രസ നടത്തുന്നു, ജമാഅത്ത് നടത്തുന്നു, തബ്ലീഗെല്ലാം നടത്തുന്നു. അത് ബിദ്അത്താ, ബിദ്അത്ത് ഹസനത്താൻ. അതിനെ എതിർക്കില്ല. കാരണം എന്താണ്? കിതാബൻ ഔ സുന്നത്തൻ അതിനെ പെടുന്നില്ല. ഇമാം ഷാഫി പറഞ്ഞു, ബൈക്കി ഉദ്ധരിച്ചു, ഫത്ഹുൽ ബാരിയിൽ കൊടുത്തു. ആ രീതിയിൽ ബിദ്അത്ത് മുൻകർത്തിലെ പെടുന്നില്ല. അതുകൊണ്ട് തന്നെ മദ്രസയാകാം. ഈ മദ്രസയിൽ കുട്ടികൾ വന്നിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴിപ്പോഴൊക്കെ. അപ്പോഴാ ടിന്റിന്റെയും ബെല്ലടിക്കുകയാണ്.
ഇവിടെ വെല്ലടിക്കണേ ഇനി എല്ലാവരും ഒരു മതം പഠിപ്പിക്കാൻ പോകുക. അതിനൊരു ഒരു ഓർഡർ വരുത്തിയാണ്. ഇതേപോലെ എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് മാവിന്റെ ചോട്ടിൽ പ്ലാവിന്റെ ചോട്ടിലൊക്കെ ബെസ്റ്റപ്പ് നിൽക്കുമ്പോ പ്രാർത്ഥിക്കാൻ പോവുകയാണ് അൽ ഫാത്തിഹ. ഒരു വെല്ലടിക്കണേ അൽ ഫാത്തി ബുഖാരിയിലുണ്ടോ, ഡിണ്ടി ബുഖാരിയിലുണ്ടോ കേൾക്കേണ്ടി വരും. അൽ ഫാത്തിഹ വിദേത്ത, ഡിണ്ടി വിദേത്താണ്. അത് മുജാഹിദ് വൃത്തിയാക്കട്ട വെല്ലടിക്കാൻ. അപ്പൊ ഞാൻ അങ്ങനെ കുറെ കാര്യങ്ങൾ ചെറിയ ബുദ്ധി കൊണ്ടൊന്ന് ചിന്തിച്ചാൽ മതി. അബ്ദുൽ കലാമിന്റെ ബുദ്ധി ഒന്നും വേണ്ട, ഐസക് ന്യൂട്ടന്റെ ബുദ്ധി എന്തായാലും വേണ്ട. ഒരു ആവറേജ് ബുദ്ധി, ആ ബുദ്ധി വെച്ച് ചിന്തിച്ചാൽ അതൊന്നും അനാചാരാക്കൂല. എല്ലാം ഓരോന്നും എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിലും ഒന്നും അനാചാരാക്കിയിട്ട് കളിയാൻ ഒരിക്കലും കഴിയില്ല. നോക്കിക്കോ. അപ്പം ഇതുപോലെ ആ മരിച്ചടുത്ത് അൽഫാത്തി വിളിക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച് കൂടുക. എന്നിട്ടോ ഇഖ്റഉൽ ഫാത്തിഹ എന്നാണ് അതിന്റെ പൂർണ്ണരൂപം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം. അങ്ങനെ ഓതിയിട്ട് യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീന അലാ സിറാത്തിൻ മുസ്തഖീം. ഈ രീതിയിൽ സൂറത്ത് യാസീൻ ഖൽബുൽ ഖുർആൻ, ഖുർആനിന്റെ കൽബാകുന്ന ഹാർട്ടാകുന്ന സൂറത്ത് യാസീൻ ഓതിപ്പോയി. അത് കഴിഞ്ഞതിന് ശേഷം അതാ അല്ലാഹുമ്മ ഗ്ഫിർ ലഹയ്യിനാ വമയ്യിതിനാ വസഈദിനാ വകബീരിനാ വദക്രിനാ വഉൻസാനാ. ആത്മാർത്ഥ ദുആ അല്ലേ, നല്ല ദുആ. എല്ലാവരും ആ ദുആ കൽബ് പൊട്ടിയിട്ട് ആമീൻ പറയല്ലേ. മരിച്ച ആൾക്ക് വേണ്ടിയിട്ട് ദുആ നടത്തല്ലേ, അല്ലാഹു സ്വീകരിക്കൂലേ. മക്കളും മരുമക്കളും പേരമക്കളും അയൽപക്കക്കാരും നാട്ടുകാരും സ്വന്തക്കാരും ബന്ധക്കാരും സംഘടനാ സുഹൃത്തുക്കളും ശിഷ്യന്മാരും ഗുരുക്കന്മാരും സഹപാഠികളും സഹയാത്രികരും എല്ലാവരും കൂടിയിട്ട് ആമീൻ ആമീൻ. ഇതിനെവിടെ കൂട്ടി തെറ്റുള്ളൂ? ഉമ്മമാരെ ചിന്തിച്ചു, ഒരു മയ്യത്ത് വീട്ടിൽ നിന്ന് എടുക്കുമ്പോൾ അവസാനത്തെ ദുആ, എന്നിട്ട് അത് അനാചാരാന്ന് പറഞ്ഞ് മുറിച്ചിട്ട തേക്കിന്റെ കുറ്റി മില്ലിക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ കൊണ്ടുപോകാൻ ഒതുക്കുമ്പോൾ എന്തെങ്കിലും. എന്നാൽ ഇപ്പൊ പേരോട് ഉസ്താദ് നാദാപുരത്ത് മുജാഹിദുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദം നടത്തി അറിയാതെ പറഞ്ഞു പോയി സൂപ്പർ സ്റ്റാർ നമ്മളെ ഹുസൈൻ സലഫി, അവരെ സൂപ്പർ സ്റ്റാറാ പറഞ്ഞുപോയി. മരിച്ചടത്ത് മയ്യത്തിനടുത്ത് ഹാജരായാൽ സുഹൃത്തുക്കളെ മയ്യത്തിനെ കണ്ടുപോരുന്നതിൽ പ്രത്യേക പുണ്യമൊന്നുമില്ല. മരിച്ചടത്ത് ഹാജരായാൽ മയ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലാഹുവിന്റെ റസൂലത അബൂ സലമത്ത് റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോ അവിടെ ചെന്നിട്ട് അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീ സലമത, അബൂ സലമത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അതിന് ആമീൻ പറയാൻ നമ്മൾ കാണാത്ത മലക്കുകളുണ്ട്. അപ്പൊ ഇത്രയും കാലം മരിച്ച മയ്യത്തിനൊക്കെ എന്തായിപ്പോ ഇങ്ങനെ പറയുമോ ഇല്ലേ? എന്നാ പിന്നെ മുജാഹിദ് പിരിച്ചുവിടലല്ലേ? ഇത് മരിച്ചോർത്ത് അങ്ങനെ ദ്വാരന്നിട്ട് ഇറക്കുന്ന കാണാറില്ലല്ലോ. അതുണ്ടാകൂല ഉസ്താദ് വെറുതെ പറയാ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ല വിലക്ക് തന്നെ പറയാ, ഒന്നിട്ട് കൊടുക്ക. അത് കേട്ടു. അതേ ഹദീസിന്റെ ബാക്കി ഭാഗമാണ് ഇദാ ഹബത്തുൽ മരീള അവിൽ മയ്യിത. ഈ മയ്യത്തിന്റെ അടുക്കൽ ചെന്നാലും എന്താ വേണ്ടത്? പ്രാർത്ഥിക്കാം. മയ്യത്തിനെ കാണുമ്പോൾ നമ്മൾ വെറുതെ മയ്യത്ത് കണ്ടുപോരലല്ല സുന്നത്തുള്ളത്. മയ്യത്ത് കണ്ടുപോരലിൽ ഒരു വലിയ പുണ്യമൊന്നുമില്ല സുഹൃത്തുക്കളെ. ജനാസയുടെ അരികിൽ നമ്മൾ ഹാജരാകുമ്പോൾ ചെയ്യേണ്ടത് അല്ലാഹുവിന്റെ റസൂലതാ അബൂ സലമത്ത് റളിയല്ലാഹു തആല അൻഹു വഫാത്തായപ്പോ റസൂലുള്ളാഹി അബൂ സലമത്തിന്റെ അരികിലേക്ക് പ്രവേശിച്ചിട്ട് അബൂ സലമത്ത് റളിയല്ലാഹു തആല അൻഹുവിന് വേണ്ടി ദുആ ചെയ്ത സംഭവം നമുക്ക് സഹീഹായ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീ സലമത വർഫഅ ദറജതഹു ഫിൽ മഹ്ദിയീൻ എന്ന് തുടങ്ങിയിട്ട് കുറെ അങ്ങ് പ്രാർത്ഥിച്ചിട്ട് വഫ്തഹ് ലഹു ഫീ ഖബരിഹി വനവ്വിർ ലഹു ഫീഹി, അദ്ദേഹത്തിന്റെ ഖബറിൽ നീ വിശാലമാക്കി കൊടുക്കണേ, അദ്ദേഹത്തിന്റെ ഖബറിൽ നീ പ്രകാശം ചൊരിയണേ, അബൂ സലമത്തിന്റെ ദറജ നീ എത്തിക്കൊടുക്കണേ, അബൂ സലമത്തിന് പുറത്തു കൊടുക്കണേ എന്നിങ്ങനെ അബൂ സലമത്ത് റളിയല്ലാഹു തആല അൻഹു വഫാത്തായപ്പോ അല്ലാഹുവിന്റെ റസൂൽ ആ മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യുന്നു. ഇതല്ലേ റസൂൽ പഠിപ്പിച്ചത്? രോഗിയുടെ അരികിൽ ഹാജരായാലും ദുആ ചെയ്യണം, മയ്യത്തിന്റെ അരികിൽ ഹാജരായാലും ദുആ ചെയ്യണം. കാരണം ആ രണ്ടു നേരത്തും നമുക്ക് ദുആ ചെയ്യുമ്പോ ആമീൻ പറയാൻ നമ്മൾ കാണാത്ത മലക്കുകളുണ്ട്, മുഅ്മിനീങ്ങളെ. നമ്മൾ ഉസ്താദുമാര് പണ്ടേ പറയുന്നതാണ്, ഈ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ മുറിച്ചിട്ട തേക്കിന്റെ കുറ്റി മില്ലിലേക്ക് എടുക്കുന്ന ആകത്തോടെ എടുക്കരുത്. ഒന്ന് ദുആ ചെയ്യണോ?
ഈ ദ്വാക്കൊന്ന് പ്രത്യേകം അജണ്ട നിശ്ചയിച്ചിട്ടോ അല്ലെങ്കിൽ ഉസ്താദിനെ പള്ളിയിൽ ഏൽപ്പിക്കുമ്പോ ശമ്പളത്തിൽ ഉൾപ്പെടുത്തിയിട്ടോ അല്ല, അതൊരു മനുഷ്യത്വം. ഇപ്പൊ സംഘടനാ നേതാക്കന്മാർ സ്വാഭാവികമായി മരിച്ചെടുത്തും മറ്റൊക്കെ തന്നാൽ ഒന്ന് ദുആ ചെയ്യും അല്ലേ? പിന്നെ അങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു സമയം വൈകാൻ കാരണം അതാണ്, നമ്മുടെ പ്രവർത്തകന്മാർ ഹോസ്പിറ്റലിൽ പരിക്ക് വെച്ച് കിടക്കുന്നുണ്ട്, നാഷണൽ ഹോസ്പിറ്റലിൽ. ആ ഹോസ്പിറ്റലിൽ കയറി ആ രോഗിയൊക്കെ സമാധാനിപ്പിച്ചുകൊണ്ട് പോകുന്ന 1 മണിക്കൂർ അവിടെ സമയം നഷ്ടപ്പെട്ടത്. ഞാൻ പറയുന്നത് നമ്മുടെ നേതാക്കന്മാർ എവിടെയെങ്കിലുമൊക്കെ ഇതുപോലെ ചെല്ലും, ചെന്നാൽ വെറും കൈയോടെ പോലെ ഒന്ന് ദുആ ചെയ്യും. അത് ആ രോഗിക്ക് അല്ലെങ്കിൽ മരിച്ചാൾക്കൊരു സമാധാനമാണ്, നമുക്ക് റാഹത്താണ്. മറ്റേ ഇവരൊക്കെ മരിച്ചെടുത്ത് വന്നാന്താ? ഇപ്പൊ എന്റെയൊക്കെ നാട്ടിൽ ചില ആളുകൾ തേക്കതിൽ ഒരു വരും 10 അയാളെ വീട്. എന്റെ നാട് കാരണം അങ്ങനെ ഒരു അനുഗ്രഹീത മണ്ണാണ്, ഞാൻ അതിൽ ഭാഗ്യവാനാണ്. ഏത് വിത്ത് കുഴിച്ചിട്ട് മുളക്കണ സ്ഥലമാണ്. സകല നേതാക്കന്മാരുണ്ട്. അതുകൊണ്ട് അത്ര ചെറുപ്പത്തിൽ എനിക്ക് കുറച്ച് ധൈര്യം കിട്ടിയതും അതേതും ആകട്ടെ. അപ്പൊ ആ രീതിയിൽ ഇയാൾ വരും. ഇയാളെ ഞാനൊക്കെ പോയാൽ ഇപ്പൊ എന്താ ചെയ്യാ? അൽഹംദുലില്ലാഹ് എന്റെ സ്ഥാപനത്തിലെ കുറച്ച് കുട്ടികളെ, ഒരു ജീപ്പിന് കുട്ടികളെങ്കിലും കൂട്ടും, ഒരു മിതമായ ആളുകളാണെങ്കിൽ. അല്ലെങ്കിൽ മൊത്തം ബസ്സിൽ കൊണ്ടുപോകും. എന്നിട്ട് അവിടെ ചെന്ന് യാസീൻ ഓരി ഒന്ന് ദുആ ചെയ്തു പോരും. അപ്പൊ ആളുകളൊക്കെ ആമീൻ പറയും. ഓ ഇല്ല, സക്കാഫി വന്നിട്ട് ഒന്ന് ദുആ ചെയ്തു പോയി, അൽഹംദുലില്ലാഹ്. എന്നെക്കാൾ ടോപ്പ് നേതാവ് മുജാഹിദിന്റെ ഏപ്പിയതൊക്കെ അതുപോലെ ഒരു കാര്യം വലിയ നേതാവ് കേരളത്തിലില്ല. അയാളാണെങ്കിലോ അയാളിങ്ങനെ വന്നിട്ട് പതുക്കെ അങ്ങനെ വന്ന് അയാൾ പോയി കാഴ്ച ബംഗളവ് പോയാൽ കുട്ടികൾ കങ്കാരിന് നോക്കുമ്പോൾ നോക്കിയിട്ട് ഒന്നാണ് പോകും. ഇതുകൊണ്ട് മയ്യത്തിന് വല്ല കാര്യം കിട്ടിയോ? ഇയാൾക്ക് കിട്ടിയോ? അതില്ലാന്നാ സലഫി പറയുന്നത്. മയ്യത്തിനെ കണ്ടുപോരുന്നതിൽ ഒരു വണ്യമൊന്നുമില്ല സുഹൃത്തുക്കളെ. മയ്യത്തിനടുത്ത് നമ്മൾ ഹാജരായാൽ എന്താ ചെയ്യേണ്ടത്? പരിസരത്ത് ഹാജരാ എന്താ ചെയ്യേണ്ടത്? അത് ചോദിക്കുക. പ്രാർത്ഥിക്കണം മയ്യത്തിന് വേണ്ടി. അബൂ സലമത്ത് റളിയല്ലാഹു അൻഹു വഫാത്തായപ്പം അദ്ദേഹം സ്വഹാബിയാണ്, അല്ലാഹുവിന്റെ റസൂലതാ. അബൂ സലമത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മൾ പ്രാർത്ഥിക്കുമ്പോ ആമീൻ പറയാൻ നമ്മൾ കാണാത്ത മലക്കുകളുണ്ട്. നോക്കിക്കോ നിങ്ങൾ, സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ വിശുദ്ധ ഇസ്ലാമിന്റെ ഓരോ കർമ്മങ്ങളും ഇവർ മാറ്റി മാറ്റി മാറ്റിമറിച്ചു. നമുക്ക് കൂലി കിട്ടുന്ന കാര്യങ്ങൾ പോലും തള്ളിക്കളഞ്ഞു ഇവര്. ഇങ്ങനെ തള്ളിക്കളയേണ്ടി വന്നത് എന്തുകൊണ്ട്? അതാ ഞാൻ തുടങ്ങി വെച്ച്. എന്ത്? മഹാന്മാരെ പാന്താവ് ഒഴിവാക്കി. അതിന്റെ പുറമെ പ്രമാണങ്ങളെയൊക്കെ തെളിവില്ലാതെയാക്കി മാറ്റി. അതിന് തുടക്കത്തിൽ 2 ക്ലിപ്പിയായിട്ടൊന്നു ബുഖാരി എന്തായിരുന്നാലും തള്ളാൻ പാടില്ല. അത് ഔദ്യോഗിക ഗ്രന്ഥമാണ്, അതിലൊറ്റൊന്നും ലൈഫില്ലാതെ പറഞ്ഞാലും. പക്ഷെ നമ്മളെ തെളിവുകളൊക്കെ ബുഖാരി അടക്കമുള്ള ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും ഓരോന്നെടുത്തുകൊണ്ടും തെളിയിക്കും. ആ തെളിവില് എല്ലാം അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസ്, വാൽമീകി തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ അനസ്വദീന് നെഞ്ഞിമ്മ കയ്യെത്തണോ ഉണ്ട് എന്ന് പറഞ്ഞാൽ അവർ വിചാരിക്കരുത്. ലോകത്ത് 4 മദ്ഹബുണ്ട്. 4 മദ്ഹബിൽ ഒരു മദ്ഹബില്ലാത്ത പരിപാടിയാണ് ഈ നെഞ്ഞിക്കെട്ടും വരിയുന്നവരെ. നെഞ്ഞിക്കെട്ടും വരിയെന്ന് പറഞ്ഞാല് നിൽക്കരിക്കുമ്പോ നെഞ്ഞി കെട്ടുക, സലാം വീട്ടിൽ കഴിഞ്ഞാൽ കുരച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങാം, വേർക്കാൻ നിൽക്കാതെ. ഇത് സത്യത്തിൽ വന്നവരെ കൊണ്ട് ചെയ്യിപ്പിച്ചതാ. എന്തുകൊണ്ട് നിങ്ങള് മറ്റോടത്തൊക്കെ നെഞ്ഞിന്റെ താഴെയുള്ള പരിപാടി അല്ലാതില്ല. അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ വ്യക്തമായിട്ടുള്ള സ്വഭാവത്ത് പറയുന്നത് അലി റളിയല്ലാഹു തആല അടക്കമുള്ള ആളുകൾ നിസ്കരിക്കുമ്പോ നെഞ്ഞിന്റെ പൊക്കളിന്റെയും താഴെ കൈ വെച്ചിരുന്നത്. ഇമാം മഹല്ലി ഈ അനസ്വദി എന്നുള്ള ഹദീസ് ഉദ്ധരിച്ചതിന് ശേഷം വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? നെഞ്ഞിന്റെ അടിയിൽ നിന്നാണ്. അല എന്നുള്ളതിന് മേലേന്ന് അർത്ഥമുണ്ട്. എല്ലായിടത്തും മേലേന്ന് അർത്ഥം വെച്ചാൽ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നുണ്ട്, ദഖൽതു അലാ ആയിഷത, ഹദീസിലുണ്ട്, ഞാൻ ആയിഷയുടെ മേത്ത് കൂടെ ചവിട്ടിക്കയറ്റിയെന്ന അതിന്റെ അർത്ഥം. ആയിഷ ബീവിന്റെ അരികിലേക്ക് ചെന്നപ്പോൾ അല ഒരു പദത്തിന് ഒരുപാട് അർത്ഥം ഉണ്ടാവും. അതിന് ഏതോ ഒരർത്ഥം മാത്രം പിടിച്ച് എല്ലായിടത്തും അതന്നെയെന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും അബദ്ധം വരും. പദപ്രയോഗം തന്നെ അങ്ങനെയുള്ളത്. അതുകൊണ്ടാണ് ഒരൊറ്റ ഇമാമും നെഞ്ഞിന് മേലെ പഠിപ്പിച്ചിട്ടില്ലെന്ന് മാത്രമല്ല 1929 അച്ചടിച്ച് പുറത്തിറക്കിയ ടി.കെ. മൗലവി, ഇ.കെ. മൗലവി, എം.സി. മൗലവി മർഹൂം, ഈ 3 മുജാഹിദിന്റെ മൗലിമാരും കൂടെ മുത്തഫഖുൻ അലൈഹിയായിട്ടുണ്ടാക്കിയ കിതാബു അവ്വലി ഫിൽ അമലിയാത്ത്, അതിൽ പറയുന്നത് അല്ലാഹു അക്ബർ എന്ന തക്ബീർ ചൊല്ലി വലത്തെ കൈ കൊണ്ട് ഇടത്തെ കൈയിനെ മണിബന്ധത്തിൽ പിടിച്ച് നെഞ്ഞിനും പൊക്കിളിനും ഇടയിൽ വെക്കേണ്ടതാണ്. അന്ന് അവർക്ക് തിരിഞ്ഞത് അങ്ങനെയാണ്. പക്ഷെ അന്ന് മുജാഹിദ് ഇത്ര ഡേഞ്ചർ അല്ല. അന്ന് മൗലൂദുണ്ട്, അറബിയുടെ ഖുത്ബയാണ്, പെണ്ണ് വരാൻ തുടങ്ങിയിട്ടില്ല, 20 ഉണ്ട്. പിന്നെ മുജാഹിദിന് വിഷം കൂടി കൂടി ഇങ്ങനെ വന്നു.
കൂടി വന്നപ്പോ അള്ളാഹ്ക്കും തന്നെ പിന്നെ ഇതൊന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം എന്നായല്ലോ. തിരിയുന്ന ആളുകൾ ചിന്നെ കണ്ടിട്ട് ചെയ്തോട്ടെ, അങ്ങനെ തീരുമാനിച്ചു. കെട്ടുപടിയിക്കോട്ടെ. ഏതാ കെട്ട്? ട്രാൻസ്ഫോർമർ കണ്ടിട്ടില്ലെങ്കിൽ സാധാരണ ഉണ്ടാകുന്നത് വലിയ ജനറേറ്ററിന്റെ അപ്പുറത്തും ഉണ്ടാവും ഒരു അസ്ഥി കൂടം, ഒരു തലയോട്ടി, 2 അസ്ഥികളും. കാഴ്ച ബംഗ്ലാവിലൊക്കെ നരി, സിംഹം, പുലി അതിന്റെ കൂടിന്റെ പുറത്തുണ്ടാവും. കളിക്കണ്ട, ഡേഞ്ചറാണ് കേസ്. ഇതേപോലെ അല്ലാഹു അക്ബർ എന്നെ തുടരണ്ട സലാം പറയണ്ട, മൈത്തുസ്കിക്ക് ഡേഞ്ചർ ആടുക. ഈ ഒരു ചിഹ്നം വരാതിരിക്കാൻ സ്വാഭാവികമായിട്ട് നോക്കിക്കോ നിങ്ങൾ. പ്രമാണബദ്ധമായി നാം അവതരിപ്പിക്കുന്ന വിഷയങ്ങൾ ഇങ്ങോട്ട് നോക്കിയത് അപ്പം വഴി പ്രവർത്തിച്ചപ്പെടും. അതുകൊണ്ട് പ്രമാണങ്ങളൊക്കെ വഴിപ്പാക്കാൻ തീരുമാനിച്ചു. ഒറ്റയടിക്ക് വഴിപ്പാക്കാൻ കഴിയൂല. അതിന് എടുത്തൊരു ഹിക്മത്തുണ്ട്. അയാൾ പറഞ്ഞു, അങ്ങനെ ബുഖാരി മുസ്ലിം പറഞ്ഞിട്ട് നിങ്ങൾ ആ 2 ചട്ടയുടെ ഉള്ളിൽ ഉള്ളത് എല്ലാം അംഗീകരിക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കണ്ട. ആദ്യം അയാൾ പറഞ്ഞു ഒരൊറ്റൊന്നും ലൈഫില്ല, ഇപ്പൊ അവർക്ക് ലൈഫ് ആക്കണം. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഒന്ന് ഇട്ട് കൊടുക്ക്. സഹീഹ് ബുഖാരി വിമർശനങ്ങൾക്ക് അതീതമാണെന്നോ ഇമാം ബുഖാരി മഅസൂമാണെന്നോ ആ 2 ചട്ടക്കുള്ളിലുള്ളത് എല്ലാം സത്യസമ്പൂർണ്ണമാണെന്നോ ആർക്കും ഇവിടെ വാദമില്ല. ഉണ്ട്. തൊട്ട് മുമ്പ് ഫസ്റ്റ് ഇട്ട ക്ലിപ്പിൽ ഇയാളുടെ ശിഷ്യൻ തന്നെ സദായി പ്രസംഗിച്ചത് എന്താണ്? സാധാരണക്കാർക്ക് അംഗീകരിക്കാൻ പറ്റുന്ന തെളിവേതാന്നാ ചോദിച്ച്. 1 അല്ല 2 കേട്ടുള്ളൂ. ഇമാം ബുഖാരിയുടെ സ്വഹീഹും ഇമാം മുസ്ലിമിന്റെ സ്വഹീഹും. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒറ്റൊന്നു പോലും വഴയില്ല. മുസ്ലിം പണ്ഡിത ലോകത്ത് ധാരാളം ചർച്ച നടന്നിട്ടുണ്ട്. ഒരു സാധാരണക്കാരന് വിശ്വസിക്കാവുന്ന ഒരു ഹദീസ് ഗ്രന്ഥം ഏതാണ്? 1 അല്ല 2 കേട്ടോളൂ. ഇമാം ബുഖാരിയുടേതും ഇമാം മുസ്ലിമിന്റേതും. ഇമാം ബുഖാരിയുടെയും ഇമാം മുസ്ലിമിന്റെയും സ്വഹീഹുകളിൽ ഒന്നുപോലും ലഈഫില്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒരു ഹദീസ് പോലും ലഈഫുള്ളതായിട്ട് ആർക്കും കാണിക്കാൻ സാധ്യമല്ല. അതുമായി ബന്ധപ്പെട്ട ദീർഘമായ ചർച്ചകൾ ഇസ്ലാമിക ലോകത്ത് എന്നും ഉണ്ടായിട്ടുണ്ട്. പിന്നെ എങ്ങനെ ഇപ്പൊ ലൈഫാണ് വിവരം കിട്ടിയത്? എക്സ്ക്യൂസ് ഒന്നും കൂടി ചിന്തിക്കുക. ഏത് ഈ ഗ്ലാസ് നോട്ടും പേസ്ട്രോയ്ക്കയും ഇസ്ലാമ് പറ്റൂലല്ലോ. ഇസ്ലാമിന്റെ അടിസ്ഥാന സിദ്ധാന്തം തന്നെ മാറ്റാൻ ജിബ്രീൽ ഇറങ്ങി വരൂലല്ലോ. ഈ ബുഖാരിക്ക് ലൈഫാക്കാനതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കളവ് നടക്കുകയെന്നാ. കളവ് നടക്കുമ്പോ പരാതിപ്പെടാനുള്ള സ്ഥലം പോലീസ് സ്റ്റേഷൻ. പെറ്റീഷൻ കൊണ്ടുവന്നപ്പോ എസ് ഐ സാറ് പറഞ്ഞു, ഇരിക്കട്ടെ അവിടെ എന്തേ അതിന്റെ ഫയല് കട്ടുകൊണ്ടേക്കുന്നത്, എന്താ ചെയ്യുക, ഇനി അങ്ങോട്ടാ പോവുക. കാരണം ഖുർആൻ കഴിഞ്ഞ പ്രബല തെളിവല്ലേ ബുഖാരി. ഈ ബുഖാരി മുഴുവനും അംഗീകരിക്കാൻ പറ്റൂല. ഇത് ഒരു മൗലവി പറഞ്ഞപ്പോ മറ്റേ ഗ്രൂപ്പിലെ മൗലവി പറഞ്ഞു, നിങ്ങളങ്ങനെ മൊത്തത്തിൽ പറഞ്ഞല്ലേ, ഞാൻ 60 ലൈഫാക്കിയിട്ടുണ്ട് പോരെ. സലാഹുലമി ധൈര്യത്തോടു കൂടെ മുപ്പര് പിന്നെ അങ്ങനെയാണ് ഹദ്ദിസ. അപ്പൊ അതുകൊണ്ട് മൂപ്പര് പറഞ്ഞു, ഞാൻ 60 ലൈഫാക്കിയിട്ടുണ്ട്. ഇസ്ലാം കൊണ്ടാ കൂട്ടിയെ കളി നോക്കണം. 60 ലൈഫാക്കി. നമുക്ക് പറയാം, 1 ഏക്കർ തെങ്ങുന്തോട്ടുണ്ടായിരുന്നു, ഒരു മോളെ കെട്ടിച്ചു, കടം വന്നു, 10 സെന്റ് ഞാൻ വിറ്റിട്ടിട്, ആരും ചോദിക്കൂല. ഇതങ്ങനെയല്ല. ഇസ്ലാമിന്റെ പ്രമാണ സ്വന്തം തറവാടല്ല, സ്വന്തം മേലെ സ്ഥലമല്ല. ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങൾക്ക് ഖിയാമത്താണ് വരാനുള്ളവർക്ക് പ്രമാണാണത്. ആ പ്രകാരം ആരവകാശം കൊടുത്തു? ചിന്തിച്ചോ, മരിച്ചു പോകേണ്ട തടിയാ നമ്മള്. വിശദമായിട്ട് മനസ്സിലാക്കിക്കോ. സലാഹുലമി തള്ളി വിട്ടു. ഞാൻ 60 ഹദീസ് ലൈഫാക്കിയിട്ട് എന്തെങ്കിലും നഷ്ടപ്പെട്ടുള്ള സുന്നത്ത് നിങ്ങൾ 60 ഹദീസ് ലൈഫാക്കിനെ പറയലാതെ കൂട്ടരെ ഞാൻ ലൈഫ് ലൈഫാക്കിയോണ്ട് മുജാഹിദ് പ്രസ്ഥാനം വിശ്വസിച്ചു പോകുന്ന ഏത് വിശ്വാസത്തിനെ നഷ്ടം സംഭവിച്ചത്? ഏത് സുന്നത്തെ അവർക്ക് നഷ്ടപ്പെട്ടത്? നിങ്ങൾ 100 സുന്നത്തെ നഷ്ടപ്പെടുക, എന്താ പ്രശ്നം? ഒരുപാട് ഇതുപോലെ ഇടണമെന്നുണ്ട്. നമ്മളെ സമയം നമ്മൾ നിയമത്തെ മാനിക്കുന്ന ആളുകളാ. അതുകൊണ്ട് മാത്രമല്ല ഇത് ഇട്ടാ തീരുന്ന പ്രതീക്ഷ നമുക്കില്ല. ഞാൻ കൊണ്ടുവന്നപ്പോ ആ ചെറിയ ലാപ്ടോപ്പ് എന്റെ അടുത്തുള്ളത്. ആ ലാപ്ടോപ്പ് തന്നെ ഇപ്പൊ 600 ചില്ലാന് ക്ലിപ്പ് ഇടാണ്ട്. അപ്പൊ എത്ര ദിവസം വേണ്ടി വരും? അപ്പൊ ഏതായാലും ഒക്കെ തീരുണെന്ന് ഉറപ്പാണ്. അപ്പൊ പിന്നെ റസൂലുള്ളാഹിനെ മദീന വന്നിട്ട് ലാസ്റ്റ് ബൂസൂരി ഇമാമ് നേരെ അങ്ങോട്ട് മുഹമ്മദ് ബശറുൻ മബ്ലഗുൽ ഇൽമി ഫീ അന്നഹു ബശറുൻ വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം എന്ന് പറഞ്ഞതുപോലെ ഇനി അധികം പറയാതെ നിർത്തൽ എനിക്ക് മാർഗമുള്ളൂ. പക്ഷെ തുടങ്ങി വെച്ചത് ഒന്നാണ്ട് കൂടിയിട്ട് നമ്മൾ പൂർത്തിയാക്കാം, അത്രയേ ഉള്ളൂ. സലാസുല്ലമി തുറന്ന ഭാഷയിൽ തന്നെ പറയുന്നത് സ്വാഭാവികമായിട്ടും ഞാൻ 60 ലൈഫാക്കുന്നതാണ്. ഇത് പ്രമാണം എവിടെ? ബുഖാരിയുടെ പോട്ടെ, മഹാന്മാരെ അംഗീകരിക്കാതിരുന്നാൽ സ്വാഭാവികമായിട്ടും മുസ്ലിം ആകൂലല്ലോ, ഖുർആൻ തന്നെ കിട്ടൂലല്ലോ. ആ മഹാന്മാരെ കൂട്ടത്തിൽ അടുത്ത കാലത്തുള്ളതൊക്കെ പോയിക്കോട്ടെ. നബിയിൽ നിന്ന് നേരെ ഇസ്ലാം പഠിക്കുകയും റസൂലിനെ ഇസ്ലാം ഏൽപ്പിക്കുകയും ചെയ്തവരല്ലേ സ്വഹാബത്ത്. ആ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്ന് സ്വർഗത്തിന് സർട്ടിഫിക്കറ്റ് കൊടുക്കപ്പെട്ടവരല്ലേ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു. ശൈത്താൻ പോലും പേടിക്കുന്ന ആളല്ലേ.
10 ചില്ലാന സ്ഥലങ്ങളിൽ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ആഗ്രഹമനുസരിച്ച് അള്ളാഹ് വഹി ഇറക്കിയിട്ടില്ലേ? അള്ളാഹ് ഉമറുൽ ഫാറൂഖ് എന്ന് വെച്ച് വഹി ഇറക്കി. ബദറിൽ പിടിച്ച ആളുകളെ എന്ത് ചെയ്യണ വിഷയത്തിൽ ഇറക്കിയിട്ടില്ലേ? മക്കാബി ഇബ്രാഹിമിനെ ബഹുമാനിക്കുന്ന വിഷയത്തിൽ ഇറക്കിയിട്ടില്ലേ? ഉമറുൽ ഫാറൂഖിന്റെ റളിയല്ലാഹു തആല അൻഹു ആഗ്രഹപ്രകാരം അള്ളാഹ് വഹി പോലും ഇറക്കി. ആ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു തറാവീഹ് തന്റെ കാലത്ത് 23 റക്അത്ത് നിസ്കരിച്ചു എന്നത് നിരവധി ദലായിലുബയിൽ മാത്രമല്ല, വൈക്കി ഇമാമിന്റെ വേറെ മുവത്തിൽ മാത്രമല്ല, ദുഃഖാനി മാത്രം ഒരുപാട് ഗ്രന്ഥങ്ങളിൽ അതനുസരിച്ചാണ് ശൈഖ് അഹ്മദ് കാരക്കുന്ന് യമാസാനിബിന്റെ ആൾ പോലും എഴുതിച്ചു. അന്ന് മുതൽ ഇന്ന് വരെ മക്കയിലും മദീനയിലും പോലും അത് തുടർന്നു വരിക. സലഫി ഭരണകൂടം മുന്നിട്ട് അത് മാറ്റിയിട്ടില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു കൂട്ടരെ ഉമറുൽ ഫാറൂഖിന് തിരിഞ്ഞത്ര ഹദീസ് നമുക്ക് തിരിയില്ലാന്ന് ഉറപ്പല്ലേ? അലകളും നീന്തിച്ചു നോക്കിക്കോളുങ്ങൾ. ഉമറുൽ ഫാറൂഖിന് അത്ര ഇല്ല നമുക്കില്ലല്ലോ. അത്ര സൂക്ഷ്മതണ്ടോ? അതും ഇല്ലല്ലോ. പിശാചിനെ പോയിണ്ടോ? അതും ഇല്ലല്ലോ. റസൂലുള്ളാഹിക്ക് അടുപ്പുണ്ടോ? അതും ഇല്ലല്ലോ. പിന്നെ എന്താ അടുപ്പം നമുക്കുള്ളത്? എന്നിട്ട് ഈ ഉമറുൽ ഫാറൂഖിനെ തള്ളിയിട്ട് നമുക്ക് എന്ത് ഇസ്ലാമാ? ആരാ വലിയ ഉമറുൽ ഫാറൂഖിനെ തള്ളിയത്? അതല്ലേ കേട്ടോളൂ. മുജാഹിദിന്റെ മൗലവി പറയുന്നത് എന്ത് തെളിവ് നിങ്ങൾ പറഞ്ഞാലും ശരി, ഉമറിന്റെ കാലത്ത് അങ്ങനെ ഇല്ലേ എന്ന ലാസ്റ്റ് നിങ്ങൾക്ക് പറയാനുള്ളത്. ഉമറിന്റെ കാലത്ത് ചെയ്തത് ദീനിൽ തെളിവല്ല. അടുത്ത സ്റ്റെപ്പ് മക്കത്ത് മദീനത്തുല്ലേന്നാ. മക്കത്തേക്ക് നോക്കാൻ ഇസ്ലാം പറഞ്ഞിട്ടില്ല. പോരെ, കംപ്ലീറ്റ് ആയി. ഇനി എന്താ തെളി? എന്ത് ഇസ്ലാം അവരെടുത്തുള്ളത്? അങ്ങനെ പറഞ്ഞു വന്നാൽ നിങ്ങൾക്ക് സംശയം പെട്ടെന്ന് നിർത്തേണ്ടതുണ്ട്. അതും കൂടെ മാറ്റി കൊടുക്കാം. ഉമറിന്റെ കാലത്ത് ആളുകൾ നമസ്കരിച്ചു വന്നത് ഇസ്ലാമിൽ തെളിവല്ല. ഈ ഇസ്ലാമിൽ അന്നാസ് എന്നതിൽ സ്വഹാബത്ത് വന്നു എന്ന് തന്നെ കരുതുക. എന്നാലും ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ ഹദീസുകളും സ്വീകാര്യോഗ്യമല്ലാത്ത ഹദീസുകളുടെ കൂട്ടത്തിലാണ് പണ്ഡിതന്മാർ എണ്ണിയിരിക്കുന്നത്. പിന്നെ മക്കത്ത് അങ്ങനെ ഇല്ലേ എന്നാണ് മറ്റൊരു ചോദ്യം. മക്കത്തേക്ക് നോക്കാനല്ല ഇസ്ലാം പറഞ്ഞത്. എങ്ങനെയുണ്ട്? നിങ്ങൾ ശരിക്ക് കേൾക്കുന്ന ഉമ്മമാരുണ്ടെങ്കിൽ എന്റെ പ്രസംഗം ഇനി നീട്ടാൻ സമയമില്ലല്ലോ, ഉള്ള നിങ്ങൾ അടിയിലേക്കൊന്ന് ഇറക്കുക, ആലോചിക്കുക. സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു മഹാനവരവരുടെ കാലഘട്ടത്തിൽ ഇസ്ലാമല്ലാത്ത എന്തെങ്കിലും നടക്കുമോ? അത് വിശ്വസിക്കാൻ പറ്റും മുഅ്മിനായ മനുഷ്യന്? അസ്ഹാബി കന്നുജൂം, എന്റെ സഹാബത്ത് നക്ഷത്ര തുല്യരാൾ, അത് മൊത്തം. അതേ സമയത്തോ ഖുലഫാഉർ റാഷിദീൻ അൽ മഹ്ദിയീൻ, അവർ ഹിദായത്ത് സിദ്ധിച്ചവരാണ്. റസൂലുള്ളാഹ് السابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه. ഇസ്ലാമിലേക്ക് സർവാത്മനാ കടന്നു വന്ന മുഹാജിറുകൾ, ആവശ്യമായ സഹായ സഹകരണം ചെയ്തു കൊടുത്ത അൻസാറുകൾ, അവർ നല്ല ഉദ്ദേശത്തോടെ പിൻപറ്റിയ പിൻഗാമികൾ, അല്ലാഹു അവരെ പൊരുത്തപ്പെട്ടു കേട്ടോ. അല്ലാഹുവിനെ തിരിച്ചും തൃപ്തിപ്പെട്ടു കേട്ടോ. അല്ലാഹു പൊരുത്തപ്പെട്ട സ്വഹാബാക്കിറാം, അല്ലാഹുവിനെ പൊരുത്തപ്പെട്ട സ്വഹാബാക്കിറാം, അവരെ ലീഡറായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു മഹാനവർകൾ ഖലീഫയാകുന്ന കാലത്ത് മക്കയിലും മദീനയിലും പരിസരത്തുമുള്ളത് ബാക്കി മുഴുവനും സ്വഹാബത്തല്ലേ? ഇനി ഉണ്ടെങ്കിൽ ഏറി വന്ന കുട്ടികളാകുന്ന താബീങ്ങളുമല്ലേ? ഇവര് മുഴുവനും അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കാത്ത ദീനീ പ്രവർത്തനത്തിൽ അനാചാരം ചെയ്തെന്ന് വിശ്വസിക്കാൻ സ്വർഗം കൊതിക്കുന്ന മുഅ്മിനിന് സാധിക്കൂല. അത് സാധിക്കുന്നത് കഴിയുന്നത് സ്വർഗത്തിൽ വിശ്വാസമില്ലാത്ത, പരലോകമുണ്ടെന്ന ചിന്തയില്ലാത്ത മുജാഹിദിന് മാത്രമാണ്. അതുകൊണ്ടാണ് അവർ തുറന്ന ഭാഷയിൽ തന്നെ പറഞ്ഞത് ഉമറിന്റെ കാലത്ത് ചെയ്തത് തെളിവല്ല. ഒറ്റ കാര്യം കൂടെ ഞാൻ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. പിന്നെ ഇയാൾ പറഞ്ഞൊരു വാക്കുണ്ട്, മക്കത്തേക്ക് നോക്കാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അത് പ്രമാണമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ മറ്റൊരു മൗലവിയുടെ പ്രസംഗം നിങ്ങൾക്ക് ഞാൻ ഇട്ടുതരുന്നു. അദ്ദേഹം തുറന്ന ഭാഷയിൽ തന്നെ നമ്മളെ പരിഹസിക്കാൻ വേണ്ടി മറ്റൊരു സ്ഥലത്ത് പ്രസംഗിച്ചപ്പോ പറഞ്ഞു, വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സൂറത്ത് ഇറങ്ങിയതല്ലേ മക്ക, അതിനെങ്ങനെ അവിശ്വസിക്കാൻ പറ്റി, അവഗണിക്കാൻ പറ്റും? സത്യവിശ്വാസിക്ക് അവഗണിക്കാൻ പറ്റൂല. ഇയാൾ പറയാം മക്കത്തേക്ക് നോക്കും വേണ്ട. അപ്പൊ ആരാ സത്യവിശ്വാസി അല്ലാത്തത്? അതും കൂടെ പറഞ്ഞ വിഷയമാണ് ജോയിന്റ് ഔട്ട്. ഖുർആനിൽ 91 അധ്യായം ഇറങ്ങിയ മക്ക അതെങ്ങനെ അവഗണിക്കാൻ പറ്റുക? ഈമാനുള്ളവൻ എങ്ങനെ മക്ക അവഗണിക്കാൻ പറ്റുക? ഖുർആനിൽ 91 അധ്യായം ഇറങ്ങിയ മക്ക അതെങ്ങനെ അവഗണിക്കാൻ പറ്റുക? ഈമാനുള്ളവൻ എങ്ങനെ മക്ക അവഗണിക്കാൻ പറ്റുക? ഈ ചോദ്യം അവസാന ഭാഗത്തെങ്കിലും മുജാഹിദ് സുഹൃത്തുക്കളെ മനസ്സിലിരിക്കട്ടെ. കാരണം പെർമിറ്റിന്റെ സമയത്ത് തീർന്നു എന്ന് പറഞ്ഞിട്ട് വിളിപ്പിക്കുമ്പോൾ ഇൻഷാല്ലാ നമുക്ക് നിർത്താം. നിയമം നമുക്ക് ഒരിക്കൽ തന്നെ ലംഘിക്കാൻ പാടില്ല. പക്ഷേ ഈ ചോദ്യം നിങ്ങളെ മനസ്സിൽ തറച്ചുകൊണ്ടിരിക്കണം. പരിശുദ്ധ ഖുർആനിൽ 99 സൂറത്തിറങ്ങിയ മക്ക എങ്ങനെ അവഗണിക്കാൻ പറ്റിയ?
സത്യവിശ്വാസിക്ക് എങ്ങനെ അവഗണിക്കാൻ പറ്റുക? മൂമിനുകൾക്ക് എങ്ങനെ അവഗണിക്കാൻ പറ്റുക? ഇത് അവഗണിക്കുന്ന ഇതിനെ ഞമ്മക്ക് എങ്ങനെ പരിഗണിക്കാൻ പറ്റുക? ഇത് അവഗണിക്കുന്ന ഞമ്മക്ക് എങ്ങനെ പരിഗണിക്കാൻ പറ്റുക? അല്ലാഹുവിന്റെ റസൂൽ നേർക്ക് നേരെ സ്വർഗത്തിൽ സർട്ടിഫിക്കറ്റുകളിൽ കൊടുത്ത സ്വഹാബാക്കിറാം, ആ സ്വഹാബാക്കിറാമിന്റെ കൂട്ടത്തിൽ നിന്ന് ഉമറുൽ ഫാറൂഖിനെ തള്ളിപ്പറഞ്ഞു, മക്കയും തള്ളിപ്പറഞ്ഞു, മുഹദ്ദീൻ ശൈഖിനെയും തള്ളിപ്പറഞ്ഞു. ആരെയൊക്കെ വായിക്കാൻ കഴിയും? അങ്ങനെ ലോകത്ത് കഴിഞ്ഞ മുഴുവൻ മഹാന്മാരെയും തള്ളിപ്പറഞ്ഞിട്ട് ഹബീബാ നബി തങ്ങൾ മക്ബറയിൽ ചെന്നുകൊണ്ട് നേർക്ക് നേരെ സഹായം ചോദിച്ച അബൂ ഹനീഫ ഇമാമിനെ തള്ളിക്കളഞ്ഞു, ഷാഫി ഇമാമിനെ തള്ളിക്കളഞ്ഞു, ഇഫായി ശൈഖിനെ തള്ളിക്കളഞ്ഞു, സകല മഹാന്മാരെയും തള്ളിക്കളഞ്ഞത് കൊണ്ട് തന്നെ സുറാത്തുല്ലദീന അൻഅംത അലൈഹിം, അല്ലാഹുവേ ഞങ്ങൾക്ക് വേണ്ടത് സ്വർഗ്ഗമാണ്, ഞങ്ങളുടെ ലക്ഷ്യം നിന്റെ ലിഖാണ്. ആ ലിഖാ കിട്ടണമെങ്കിൽ നീ ശരിക്കും അടുപ്പിച്ച നബി തങ്ങളുണ്ട്, നബി തങ്ങളെ പഠിച്ച ഉമറുൽ ഫാറൂഖുണ്ട്, ഉമറുൽ ഫാറൂഖിനെ കണ്ടുപഠിച്ച മുത്തബീസ് ഇബ്നു ഉമറുണ്ട്, ഇബ്നു ഉമറിനെ കണ്ടുപഠിച്ച നാഫി റളിയല്ലാഹു തആല അൻഹു ഉണ്ട്, നാഫിയെ കണ്ടുപഠിച്ച മാലിക് ഇമാമുണ്ട്, മാലിക്കിനെ കണ്ടുപഠിച്ച ഷാഫി ഇമാമുണ്ട്, അവിടത്തെ കണ്ടുപഠിച്ച റബീഉൽ മുറാദിയുണ്ട്. അങ്ങനെ ഇമാം ഹറമൈനിലൂടെ വന്ന് പൊന്നാനി മഖ്തൂമാര് വരെ ഇസ്ലാമിന്റെ സുന്ദര രൂപം കർമ്മരേഖ ഞങ്ങൾക്ക് വരച്ച് കാണിച്ചിട്ടുണ്ട്. മഖ്തൂമിന്റെ വഴക്കത്തിരുന്ന് ഓതിപ്പടിച്ച് മമ്മിക്കുട്ടിക്കാതെയും വെളിയങ്കോടും എടുക്കാതെയും തന്റെ ശിഷ്യന്മാർക്ക് നേർക്കുന്നേറേൽപ്പിച്ചു കൊടുത്തില്ലേ? പരപ്പനങ്ങാടിക്ക് അദ്ദേഹമല്ലേ കൈമാറിയത്? ബഹുമാനപ്പെട്ട നഖ്ശബന്ദി താനൂരിന് അദ്ദേഹമല്ലേ കൈമാറിക്കൊടുത്തത്? ആശയം ബഹുമാനപ്പെട്ട യൂസുഫുൽ ഫദ്ഫരിക്ക് അദ്ദേഹത്തിൽ നിന്നല്ലേ അബ്ദുറഹ്മാൻ മുസ്ലിയാർ ഇസ്ലാം പഠിച്ചത്? ആ അബ്ദുറഹ്മാൻ ഉസ്താദിൽ നിന്നിരുന്നോതി പഠിച്ച ആശയമല്ലേ ശൈഖുൽ ഹദീസ് നെല്ലിക്കുത്ത് ഉസ്താദ് പഠിപ്പിച്ചത്? ആ ശൈഖുൽ ഹദീസ് നെല്ലിക്കുത്ത് ഉസ്താദ് ആ ഉസ്താദിന്റെ ഒരു വലിയ ശിഷ്യനെന്ന രീതിയിൽ ഉസ്താദ് പഠിച്ച ആശയങ്ങളല്ലേ നിങ്ങളോട് ഞാൻ പറഞ്ഞത്? ഇതുപോലെ പരമ്പര മുറിയാത്ത കണക്ഷനുള്ളൊരു ആശയം പറയാൻ ഇത് മുഴുവനും മാറ്റി പറയുന്ന ശിർക്കാക്കുന്ന ബിദ്അത്താക്കുന്ന മുജാഹിദിന് കഴിയില്ല, ജമാഅത്ത് ഇസ്ലാമിക്ക് കഴിയില്ല. സംഗീത തഹ്ഖീഖ് സ്വലായത്ത് पैदा करने के बाद पहला कमजों में किया यही था പ്രഖ്യാപനം പ്രഖ്യാപിച്ചുകൊണ്ട് ഉത്താർ ഫെങ്ക ഞാൻ ആ ചങ്ങല പൊട്ടിച്ചെറിഞ്ഞു എന്ന് പറഞ്ഞ ജമാഅത്ത് ഇസ്ലാമിയെ കൊണ്ട് കഴിയില്ല. പിന്നെയോ ഹിന്ദൈദാവത്തിന്റെ ഉദ്ദേശം ലോകത്തിന് മനസ്സിലായി കഴിഞ്ഞിട്ടില്ല. ലോക സമുച്ചയത്തെ തഹരീക്കെ സ്വലാത്തുകെ ഇത് നിസ്കരിപ്പിക്കാനുള്ള ടീമാണെന്നാണ് ലോകം മനസ്സിലാക്കിയത്. മേക്കസം പേക്കു ഞാൻ സത്യം ചെയ്ത് പറയുന്നു, തഹരീക്കെ സ്വലാത്ത് നഹി ഇത് നിസ്കരിപ്പിക്കുന്ന പാർട്ടി അല്ല എന്ന് അദ്ദേഹം പറയുന്നത്. പാമ്പര്യത്തെ വിച്ഛേദിച്ചുകൊണ്ട് ഒരു പുതിയ ടീമിനെ വളർത്തിയെടുക്കലാണ് എന്റെ ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ച ജമാഅത്ത് നേതാവ് ഉണ്ടാക്കിയ തബ്ലീഗ് ജമാഅത്തിലൂടെ സുറാത്തുല്ലദീന അൻഅംത അലൈഹിം അത് കരസ്ഥമാക്കാൻ കഴിയില്ല കേട്ടോ. അതുകൊണ്ട് ഉമ്മമാരെ സ്വർഗത്തിലെത്തണോ? ചെറുക്കാരെ ഹൗലുൽ കൗസർ കുടിക്കണോ? സുഖലോക സ്വർഗം പ്രാപിക്കണോ? പടച്ച റബ്ബിന്റെ ലിഖാ വേണോ? വകുല്ലു ഖൈരിൻ ഫി ഇത്തിബാഇ മൻ സലഫ് വകുല്ലു ശദ്ദിൻ ഫി ഇബ്തിദാഇ മൻ ഖലഫ്. പൂർവസൂരികളാകുന്ന മഹാരഥന്മാർ കാണിച്ചു തന്ന വിശ്വാസ കർമാചാര അനുഷ്ഠാന മുറകളിലൂടെ മുന്നോട്ട് നടന്നോ? ബാക്കിയെല്ലാം വെടിഞ്ഞോ? റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് തരട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് ഇരിക്കുന്നവരൊക്കെ വിഷമല്ലെങ്കിൽ എഴുന്നേറ്റ് നിന്ന് ആത്മാർത്ഥമായി നമുക്കൊരു ചെറിയ ദുആ നടത്തണം. ഒന്ന് പിഴച്ചുപോയ നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഹിദായത്ത് കിട്ടാൻ. 2 നമ്മുടെ ശിഷ്യ പരമ്പരയും കുടുംബ പരമ്പരയും ഖിയാമത്ത് നാൾ വരെ സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിൽക്കാൻ. 3 നമുക്കൊക്കെ ആക്കിബോത്ത് നന്നാകാൻ. എല്ലാറ്റിലുപരി നമ്മുടെ ഈ പ്രസ്ഥാനം ഞാനിപ്പോൾ ഈ പ്രസംഗിക്കുന്നത് അൽഹംദുലില്ലാഹ് വളരെ സന്തോഷത്തോടു കൂടിയാണ്. പക്ഷെ ഒരുപാട് ത്യാഗം സഹിച്ച് മരിച്ചുപോയ അന്തോൺ ഉസ്താദിനെ പോലെ, KT അബ്ദുൽ ഖാദറിനെ പോലെ, കുണ്ടൂർ ഉസ്താദിനെ പോലെ, കുണ്ടൂർ ഉസ്താദിന്റെ കുഞ്ഞുവിനെ പോലെ, അവേലത്തെ തങ്ങളെ പോലെ, ഖാലിദിനെ പോലെ വഫാത്തായി പോയ ധാരാളം പ്രവർത്തകന്മാർ അവരെ ഖബറിലേക്ക് എന്തെങ്കിലും ഒരു ചെറിയ കൂലി അവർക്ക് കിട്ടണം
എന്നെപ്പോലുള്ള മുത്തല്ലിമീങ്ങൾക്ക് ഭക്ഷണം തന്ന ഉമ്മമാരുണ്ട്, കിതാബ് വാങ്ങിച്ചു തന്ന ഇക്കാക്കമാരുണ്ട്, ഗൾഫിൽ നിന്നൊക്കെ സഹായിച്ച ഒരുപാട് പ്രവർത്തകന്മാരുണ്ട്. അവർക്കൊക്കെ വേണ്ടി നമുക്ക് ദുആ ചെയ്യണം. അതോടൊപ്പം നമ്മുടെ പ്രസ്ഥാനത്തിന് പ്രവർത്തിച്ചതിന്റെ പേരിൽ ക്രൂരമായി മർദ്ദിക്കപ്പെട്ട് ഹോസ്പിറ്റലിൽ കഴിയുന്ന നമ്മുടെ ജില്ലയിലും അല്ലാത്ത സ്ഥലത്തുമുള്ള ധാരാളം ആളുകൾ ഉണ്ട്. കേസിൽ കുടുങ്ങിയവർ ഉണ്ട്. എല്ലാം വേണ്ടി ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. ബദർ പബ്ലിക്കേഷൻ, മർക്കസ് കോംപ്ലക്സ്, കോഴിക്കോട്. ഫോൺ 0495-272-3439. മൊബൈൽ 94478-45627.